Good evening, everyone. Welcome to the webinar on Art Integrated Teaching, jointly organized by the Internal Quality Assurance Cell of Peet Memorial Training College and the Prevega College Union 2024. We are delighted to have you all here and look forward to an enriching and insightful session. To begin today's session, it's my pleasure to invite Ms. Indulekha, College Union Vice Chairperson, to deliver the welcome speech. Please join me in welcoming Ms. Indulekha. എന്നിൽ അർപ്പിച്ചിരിക്കുന്ന കടമ എന്ന് പറയുന്നത് ഇതിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ അതിൽ തന്നിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. പീറ്റ് മെമ്മോറിയൽ ട്രെയിനിങ് കോളേജിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ലും പ്രവേഗ കോളേജ് യൂണിയനും ഒന്നിച്ചു നടത്തുന്ന ഈ വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ കടമ. ആദ്യമായി നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ ആലി മിസ്സിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തായി നമുക്ക് ഇന്ന് ഈ വെബിനാറിന് ക്ലാസ് എടുക്കുന്നതിനായിട്ട് എത്തിയിട്ടുള്ള സജികുമാർ സാറാണ്. ആർട്ട് ഇൻ്റഗ്രേറ്റഡ് ടീച്ചിങ് എന്ന ടോപ്പിക്കിൽ നമുക്ക് ലെക്ചർ നൽകാൻ എത്തിയിരിക്കുന്ന സജികുമാർ സാറിനെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ക്ലാസ് കേൾക്കുവാനും മനസ്സിലാക്കുവാനുമായി എത്തിയിരിക്കുന്ന എല്ലാ അധ്യാപകരെയും മറ്റ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Thank you, Indulekha, for this warm and inspiring words. Now, with immense pleasure, let me introduce our distinguished resource person for today's session, Mr. Sajikumar V.S. Mr. Sajikumar V.S. is an esteemed art teacher at Jawahar Navodaya Vidyalaya, Chennithala. His outstanding contributions to education have earned him several prestigious honors, including the National Teacher Award in 2020 and the ICT National Award in 2011. He has served as a resource person for CIET and NCERT and has been a mentor under the NCTE National Mentoring Mission in 2023. Additionally, he is a master trainee in art education with NCERT and a member of the NCF Art Education Team, NEP 2020. Please join me in welcoming Mr. Sajikumar V.S. to share his expertise and insights on the art integrated teaching. Sir, please. Good evening to all. It is a great pleasure to me that to join with the youngsters and sharing some of my experience to you. I think this is a very rare opportunity to meet the future teachers. ഞാൻ നിങ്ങളോട് എന്താ പറയുക, ഒരു 33 ഇയേഴ്സിൽ ചിത്രകലാ അധ്യാപകനായിട്ട് ജോയിൻ ചെയ്തു. നവോദയ വിദ്യാലയ സമിതിയിൽ ജോയിൻ ചെയ്തിട്ട് ഈ ഒരു കാലയളവിൽ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ, ഒരു ചിത്രകലാ അധ്യാപകൻ എന്നുള്ള രീതിയിൽ എൻ്റെ വർക്ക് ഞാൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ആർട്ടിനെ എങ്ങനെ മറ്റ് സബ്ജക്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു കുട്ടികൾക്ക് കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റീവ് ആവുന്ന രീതിയിൽ കൂടെ ടെക്നോളജിയും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് ചെയ്യാവുന്നുള്ള രീതിയിൽ കൂടെ ഞാനിങ്ങനെ തുടക്കം മുതലേ ഒരു ശ്രമം നടത്തിയിരുന്നു. അപ്പോൾ ആ ഒരു അനുഭവം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഈ ഇന്നത്തെ ഒരു ക്ലാസ്സിൻ്റെ. അത് വളരെ ഫാസ്റ്റായിട്ട് ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു പോകാം. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഇന്നത്തെ പുതിയ പാഠ്യപദ്ധതിയിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്, ട്രാൻസിഷൻ പീരീഡാണ്. അപ്പം NCERTയിലും ഒരു കരിക്കുലം ഫ്രെയിം വർക്ക് നമുക്ക് പഴയതിൽ നിന്ന് പൊതുവിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകും. പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനും അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്കും ഈ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ചില ടേംസ് എങ്ങനെ ഈ പുതിയ ഒരു വിദ്യാഭ്യാസ സംസ്കാരം ഉരുത്തിരിഞ്ഞു വന്നു, അതിലെന്തൊക്കെയാണ് അതിൻ്റെ കീ വേഡ്സ്, എങ്ങനെയൊക്കെയുള്ള ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളിലൂടെയാണ് നമ്മൾ പുതിയൊരു സബ്ജക്റ്റിലേക്ക് പോവുക. അതിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ട് വന്നിരിക്കുന്നത് ആർട്ട് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഭാഗമായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് NEP 2020യുടെ ആർട്ട് ഇൻ്റഗ്രേറ്റഡ് ലേണിങ്ങിൻ്റെ ഒരു കോർ കമ്മിറ്റി മെമ്പറായിട്ട് പ്രവർത്തിക്കാനായിട്ട്
അവസരം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വെബിനാറിലും പല മാറ്റങ്ങളിലും ഒക്കെ പല കാര്യങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ധാരാളം പേര് ആയിട്ടുള്ള ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടും അതിനകത്ത് വരുന്ന മാറ്റങ്ങളിലൂടെ നമ്മളുടെ പുതിയ പാഠ്യപദ്ധതി എങ്ങനെയൊക്കെ നടപ്പിലാക്കാം, ഏതൊക്കെ രീതിയിൽ കുട്ടികൾക്ക് അത് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ അവർക്ക് കൂടുതൽ ഒരു ലൈഫ് ലോങ് ലേണിംഗ് ഹാബിറ്റ് എങ്ങനെയൊക്കെ വളർത്തിയെടുക്കാം, അങ്ങനെ ഒരു രീതിയിലാണ് ഈ ഒരു പ്രസൻറ്റേഷൻ പോകുന്നത്. ഞാൻ ആമുഖമായിട്ട് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഞാനിതിനകത്ത് പറയുന്ന 1-2 കാര്യങ്ങൾ നിങ്ങളൊരിക്കലും ഇതിനെ ഈ ഒരു ഡിസ്കഷനെ ഒരു ടോക്കായിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു വലിയ റിസോഴ്സ് പേഴ്സൺ പറയുന്ന രീതിയിലുള്ള ഇതൊന്നും കണക്കാക്കാൻ പാടില്ല. കാരണം വെച്ചാൽ ഇതൊരു ഷെയറിങ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ ഷെയറിങ് എക്സ്പീരിയൻസ് ഞാൻ എന്തൊക്കെ സഞ്ചരിച്ച വഴിയിലൂടെ എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ ആ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. അപ്പം ഈ ഷെയർ ചെയ്യുന്നതിനകത്ത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ലാസ്റ്റിലത് എന്താണെന്ന് വെച്ചാൽ ചോദിക്കാം. അതുപോലെ ചില ടൈംസൊക്കെ ഞാനൊന്ന് പരിചയപ്പെടുത്തി എൻ്റേതായ ഒരു വ്യൂ പോയിൻറ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ BEdനൊക്കെ അഫിലിയേഷൻ കൊടുക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. അതിലിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 30 സ്കൂൾസ് കണക്ട് ചെയ്തിരിക്കുകയാണ് NEPയുടെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് നടത്താൻ വേണ്ടിയിട്ട്. അത് 15 കേന്ദ്രീയ വിദ്യാലയം, 10 നവോദയ വിദ്യാലയം, 5 CBSE, ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള അത്രയും സ്കൂളിൽ കണക്ട് ചെയ്തിട്ട് പുതിയ പാഠ്യപദ്ധതിക്ക് വേണ്ടിയിട്ട് ആർട്ട് ഇൻ്റഗ്രേഷൻ ഞാനാണ് അതിനകത്ത് ഇപ്പോഴും അത് ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഓരോരോ ഏരിയയിൽ അത് പല ആൾക്കാർ പ്രൊഫഷണൽസ് അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അനുഭവം ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ പ്രസൻറ്റേഷൻ്റെ സഹായത്തോടെ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ശ്രമമാണ് ഞാൻ നടത്തുന്നത്. നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക, ഞാനൊന്ന് ഷെയർ ചെയ്യാം. ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയുന്നത്, എൻ്റെ ഫസ്റ്റ് സ്ലൈഡിൽ തന്നെ ഞാൻ ടീച്ചർ എന്നുള്ള വേർഡ് ഒന്ന് വെട്ടിയിട്ടിരിക്കുകയാണ്. ഡിലീറ്റ് ദ വേർഡ് ടീച്ചർ ഫ്രം അവർ മൈൻഡ്, ഷെയറിങ് ലേണേഴ്സ് എക്സ്പീരിയൻസ് ടു ഹെൽപ്പ് ദി ചൈൽഡ് ടു സ്പീഡ് അപ്പ് ദി എക്സ്പീരിയൻഷ്യൽ പ്രോസസ്. എക്സ്പീരിയൻഷ്യൽ പ്രോസസ് ഓഫ് ലേണിംഗ്, അതാണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ സ്വയമേ ചെയ്ത് കേട്ടറിഞ്ഞ് പഠിക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ടീച്ചർ എന്നുള്ള യൂസ് തന്നെ നമ്മളൊന്ന് മാറ്റിയിട്ട് ഈ കാലഘട്ടത്തിന് ഏറ്റവും നല്ലത് നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ നമുക്കത് കൂടുതൽ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെ വന്നു എന്നുള്ളതിനൊരു ബേസ് ഉണ്ട്. നമ്മുടെ ബ്രെയിനിൻ്റെ ഘടന നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ബ്രെയിനിൻ്റെ ഒരു 2 ഭാഗം, നമ്മൾ ഒരു സൈഡിൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡുമായിട്ട് നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട്. അതിൽ ആ കൺസെപ്റ്റിൽ നമ്മൾ ഈ റൈറ്റ് സൈഡ് ബ്രെയിനിൽ നമ്മൾ ഇമോഷണൽ ഇൻ്റലിജൻസ്, ഇമാജിനേഷൻ, എക്സ്പ്രഷൻ, ആർട്ട് അവെയർനെസ്, ഇൻറ്റ്യൂഷൻ, ക്രിയേറ്റിവിറ്റി, സോങ്, എൻ്റർടൈൻമെൻറ്റ്, ഡാൻസ്, മ്യൂസിക്, ഇങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പെയിൻറ്റിങ്, ആക്ടിങ്, പെർഫോമിങ്, ഇങ്ങനെയുള്ള ക്രിയേറ്റീവ് സൈഡ് മുഴുവൻ നമ്മൾ ബാലൻസ് ചെയ്ത് പോകുന്നത് ആ ബ്രെയിനിൻ്റെ റൈറ്റ് സൈഡ് ഏരിയയിലാണ്. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ഏരിയയിലാണ് നമ്മളിത് അക്കാഡമിക് ആയിട്ടുള്ള പ്രോസസ്സിങ് കംപ്ലീറ്റ് നടത്തുക. മാത്തമാറ്റിക്സ്, സയൻസ്, അല്ലെങ്കിൽ നമ്പേഴ്സ്, അല്ലെങ്കിൽ ലാംഗ്വേജ്, അല്ലെങ്കിൽ ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, സയൻസ്, ഇങ്ങനെയുള്ള റിസർച്ച്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത് ഈ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ നമ്മൾ ഒരു കാലഘട്ടം വരെ, ഈ കഴിഞ്ഞ പോളിസി വരെ നമ്മൾ നടത്തിയിരിക്കുന്ന ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ലെഫ്റ്റ് സൈഡ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചപ്പാടിലായിരുന്നു നമ്മുടെ കരിക്കുലം ഫ്രെയിം ചെയ്യുന്നത്. അപ്പോൾ സയൻറ്റിഫിക്കായിട്ട് ഒരു ബാലൻസ്ഡ് ലേണിംഗ് വേണം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ കൃത്യമായിട്ടും ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് പോയത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുവരെ വന്നിരുന്ന ഒരു സ്കീം എന്ന് പറഞ്ഞാൽ STEM എന്ന് പറയുന്നത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്സ്, ഇതായിരുന്നു നമ്മളുടെ ഒരു കോർ അക്കാഡമിക് കൺസെപ്റ്റ്. ഇപ്പോഴും ഇൻ്റർനാഷണലി വന്നേക്കുന്ന ഒരു ചേഞ്ചിനകത്ത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, ആർട്സ് ആൻഡ് മാത്സ് എന്നുണ്ട്. ആർട്ട് എഡ്യൂക്കേഷനും കൂടി അതിലോട്ട് വന്നു. അതിൻ്റെ കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ബ്രെയിനിൻ്റെ 2 വശങ്ങളും ഒരുപോലെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ ക്രിയേറ്റീവ് പോസിബിലിറ്റീസും നമുക്ക് ഔട്ട്പുട്ടും കിട്ടും എന്നുള്ളൊരു റിസർച്ചിൻ്റെ കാഴ്ചപ്പാടിലാണ് അങ്ങനെ ഒരു ബ്ലെൻഡഡ് ലേണിംഗ് ആയിട്ട് വന്നത്. അപ്പോൾ ഇവിടെ ടീച്ചർ സെൻറ്റേഡ് എഡ്യൂക്കേഷൻ ആയിരുന്നു നമ്മുടെ ഓൾഡ് സിനാറിയോയിലുള്ളത്. ടീച്ചർ സെൻറ്റേഡ് എഡ്യൂക്കേഷൻ, ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ്. പഴയ കാലത്ത് ഒരു സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണോ, അവിടുത്തെ പ്രിൻസിപ്പൽ, അവിടുത്തെ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ പോകുന്നത്. പക്ഷേ ഇപ്പോഴും നമുക്ക് അങ്ങനെയല്ല. ഇപ്പോൾ സ്റ്റുഡൻറ്റ് സെൻറ്റേഡ് ആണ് എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ കുട്ടികൾ കൂടുതൽ വർക്ക് ചെയ്യുന്നു പല മീഡിയയിൽ, യൂട്യൂബ് വഴിയും TV വഴിയും ഡയറക്റ്റായിട്ടുള്ള മീഡിയാസ് വഴിയും ഓൺലൈൻ ഇൻ്റർനെറ്റിൻ്റെയൊക്കെ
വഴിയിൽ അവർക്ക് പഠിക്കാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അത് തന്നെ എക്സ്പീരിയൻഷ്യലാണ്, കാര്യങ്ങൾ ചെയ്ത് പഠിക്കുക. അതുപോലെ ടെക്നോളജി ബേസ്, ഇപ്പോൾ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജി ബേസിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ ചെയ്യുക. ഔട്ട്കം ബേസ്ഡ്, അത് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ തിരിച്ച് വിലയിരുത്തുക. നമ്മുടെ ഓവറോൾ പെർഫോമൻസ്, അതിന് എത്ര സമയം വേണം, അല്ലെങ്കിൽ എങ്ങനെയാണ്, എന്ത് ഔട്ട്പുട്ടാണ് ഈ കുട്ടി കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ കൂടെ നോക്കുക. പിന്നെ നമ്മുടെ സ്കിൽ, ഏതൊക്കെ തരത്തിലുള്ള സ്കില്ലാണ് നമുക്ക് ഇതിലൂടെ ആർജിക്കാൻ കഴിയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുകൊണ്ട് നോക്കുക. അപ്പോൾ ഇതാണ് സ്റ്റെമ്മും സ്റ്റീമും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇനി ഇപ്പോഴത്തെ ഈ 21st സെഞ്ച്വറി എഡ്യൂക്കേഷനിൽ ഒരു 4 C's ആണ് നമ്മൾ പൊതുവേ അതിൻ്റെ കോർ പ്രിൻസിപ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഒന്ന് കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ, മാഗസിൻ പ്രിൻറ്റിങ് ആകാം, അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് ആകാം, കോൺവെർസേഷൻ ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രസൻറ്റേഷൻ ആകാം, ഫിലിം ആകാം, ഷോർട്ട് സ്റ്റോറി ആകാം, ഓഡിയോ ആൽബം ആകാം, അല്ലെങ്കിൽ ഇതുപോലുള്ള വെബിനാർസ് ആവാം, ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ആവാം, ട്രെയിനിങ് ആകാം. എങ്ങനെയായാലും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയാണ് ആദ്യത്തെ ഉള്ളത്. രണ്ടാമത് നമുക്ക് വേണ്ടുന്ന ഒരു ഏരിയ വെച്ചാൽ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. ഈ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സൊസൈറ്റി ഇഷ്യൂസ് ഉണ്ട്. കറപ്ഷൻ ഉണ്ട്, ടെററിസം ഉണ്ട്, അതുപോലെ ക്ലൈമാറ്റിക് ചേഞ്ച് ഉണ്ട്, ഈവൻ വീടുകളിൽ തന്നെ മൊബൈൽ ഫോൺ അഡിക്ഷൻ ഉണ്ട്, ഡ്രഗ് അഡിക്ഷൻ ഉണ്ട്. ഇങ്ങനെ കണ്ടമാനം കുട്ടികൾക്ക് തന്നെ കോവിഡിന് ശേഷം ഉണ്ടായിരിക്കുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദം, അവരുടെ സ്ട്രെസ്സും അതുമൂലം ഉണ്ടായിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ തന്നെ ഒരു ഡിസിപ്ലിൻ ഇല്ലായ്മ മൂലം ഒരുപാട് ഇമ്മോറൽ ട്രാഫിക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ക്രിയേറ്റിവിറ്റിയാണ്. ക്രിയേറ്റിവിറ്റി വെച്ചാൽ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നോ അതിനെ ഒന്നുകൂടി സൊസൈറ്റിക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ കൂടെ നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണോ അത്തരത്തിൽ അതിനെ പ്രയോജനപ്പെടുത്തുക, അതിനുള്ള ഒരു ശ്രമം. അടുത്ത കൊളാബറേറ്റിംഗ്. പണ്ട് നമ്മൾ ഒറ്റയ്ക്ക് പഠിച്ചിട്ട് ഫസ്റ്റ് റാങ്ക് കിട്ടി, സെക്കൻഡ് റാങ്ക് കിട്ടി എന്ന് പറയുന്ന രീതിയിലായിരുന്നു നമ്മളെയൊക്കെ ടീച്ചേഴ്സ് പണ്ട് മോൾഡ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുന്ന ഓരോ കുട്ടിയുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ അവർ ഒന്നിച്ച് പഠിക്കുകയാണ്. അതൊരു മേജർ ചേഞ്ചാണ്. ഒരു കുട്ടിയെ പ്രത്യേകിച്ച് ഇരുത്തിയിട്ട് നീ മിടുക്കനാണ്, അല്ലെ നിന്നെക്കൊണ്ട് ഇത് പറ്റൂ എന്ന് നമ്മൾ പറയുന്നതിന് ഉപരിയായിട്ട് തന്നെ ആ ഒരു ടീം നന്നായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് എപ്പോഴും ഒരു മോട്ടിവേഷനിലൂടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റും. അടുത്ത ഒരു കമ്മ്യൂണിക്കേഷന് ഞാൻ ചെറിയ ഒരു സ്ലൈഡ് ഇതിനകത്ത് ഇട്ടിരിക്കുകയാണ്. നവോദയ വിദ്യാലയത്തിൽ തന്നെ നമ്മളുടെ കുട്ടികളിൽ ചെയ്തിരിക്കുന്ന കുറച്ച് ഫോട്ടോസാണ് ഇതിനകത്ത് കാണിച്ചത്. അത് പലതരത്തിലുള്ള ഓഡിയോ വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്, റെക്കോർഡിംഗ് ഉണ്ട്, അവർ തന്നെ ഓർക്കസ്ട്രേഷൻ ചെയ്യുന്നുണ്ട്, ഫോട്ടോഗ്രാഫി വഴി അവർ ചില വില്ലേജസിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൾട്ടി ലിംഗ്വൽസും ഇപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് മലയാളം പോലുള്ള ഹിന്ദി ഇതുപോലുള്ള മൾട്ടി ലാംഗ്വേജസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലാംഗ്വേജസ് കൂടുതൽ പഠിക്കുക. അതിനുവേണ്ടി നമ്മൾ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ ആൻഡ്രോയിഡ് ആപ്സ് ഉണ്ട്. നമുക്ക് ഭാഷ അറിയത്തില്ലെങ്കിൽ ഇപ്പോൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോ ആയിട്ട് തന്നെ തിരിച്ച് അത് കൺവേർട്ട് ചെയ്തിട്ടുന്ന ആപ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു കാഴ്ചപ്പാടാണ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് 21st സെഞ്ച്വറിയിൽ എന്തൊക്കെയുണ്ടെന്ന്. ഇനി കണക്റ്റിംഗ് ക്ലാസ് റൂം ടു ദി സൊസൈറ്റി എന്ന് പറഞ്ഞ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു NEPയുടെ ഒരു കോർ പ്രിൻസിപ്പിളാണ്. നമ്മൾ ക്ലാസ് റൂമിൽ ഒതുങ്ങി നിൽക്കാതെ ആ ക്ലാസ് റൂമിലെ കണക്ടിവിറ്റിയെ പുറം ആയിട്ടുള്ള നമ്മുടെ വില്ലേജുമായിട്ടോ നമ്മുടെ രാജ്യമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗ്ലോബലി ആയിട്ടുള്ള പല സംഭവങ്ങളും നമ്മൾ എത്രത്തോളം കണക്റ്റഡ് ആവുന്നു അതിനുള്ള സാധ്യതകൾ നമുക്കിപ്പോൾ ഉണ്ട്. എ ലിങ്ക് ടു ദി സ്റ്റുഡൻസ് ടു കണക്ട് ദി കമ്മ്യൂണിറ്റി ഫോർ അണ്ടർസ്റ്റാൻഡിങ് വേരിയസ് സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് ഫൈൻഡിങ് എ പോസിറ്റീവ് സൊല്യൂഷൻ ഫോർ മെനി സോഷ്യൽ ഇഷ്യൂസ്. നമുക്ക് ഒരുപാട് സോഷ്യൽ ഇഷ്യൂസിന് സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ക്ലാസ് റൂംസിനെ സൊസൈറ്റിയുമായിട്ട് കണക്ട് ചെയ്യുക, അത് ഈ ഒരു സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. അതുപോലെ ദ സ്റ്റുഡൻസ് ആർ ഗെറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ഇൻട്രാക്ട് വിത്ത് ലോക്കൽ കമ്മ്യൂണിറ്റി. നമ്മുടെ ചുറ്റുപാടുമുള്ള കുട്ടികളുമായിട്ട് വളരെ ഫ്രണ്ട്ഷിപ്പായിട്ടുള്ള രീതിയിലൂടെ അവരുമായിട്ട് അവരുടെ കൾച്ചർ എന്താണ്, അവരുടെ ലാംഗ്വേജ് എന്താണ്, അവരുടെ ജീവിത ശൈലി എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ അടുത്തറിയാനായിട്ട് ഈ ക്ലാസ് റൂമിൽ നിന്ന് കുട്ടികൾ സമൂഹത്തിലേക്ക് വരുമ്പോൾ പറ്റും. നമ്മൾ പലപ്പോഴും BEdനും TTIക്കും ഒക്കെ സമൂഹ സമ്പർക്ക സഹവാസ ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ അതങ്ങനെ ഒരു ക്യാമ്പിൽ ഒതുക്കി നിർത്തിയാൽ പോരാ, നമ്മൾ അധ്യാപകർ അല്ലെങ്കിൽ കുട്ടികൾ സമൂഹത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുമ്പോഴാണ് അങ്ങനെ ഒരു രീതി വരിക. ദി ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ആർ ഗെറ്റിംഗ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഷെയർ ദി ഇൻറ്റഗ്രേറ്റ് സ്മാർട്ട് നോളജ്. എന്താ ഈ സ്മാർട്ട് നോളജ്? നമുക്കറിയാവുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ ഗൂഗിൾ മീറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലേൺഡായിട്ടുള്ള പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് അല്ലെങ്കിൽ കത്തിക്കരുത് എന്നുള്ള ഒരു സോഷ്യൽ ആക്ടിവിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ നോളജ് പകർന്നു കൊടുക്കുന്ന ലഘുലേഖകൾ ചിലപ്പോൾ ഉണ്ടാക്കി വിതരണം ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെയുള്ള ചില സ്കിൽസുകൾ വരെ പഠിപ്പിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇൻ്റർനെറ്റ് ഉപയോഗം അറിയാൻ പറ്റാത്തവരെ അത് പഠിപ്പിക്കുക, ഫോണിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഗ്രൂപ്പായിട്ട് ഒരു ചെറിയ ഗൂഗിൾ മീറ്റ് എടുത്ത് ഫാമിലിയെ സഹായിക്കുക, ഇതൊക്കെ അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഇനി അതേപോലെ തന്നെ മേജർ ചേഞ്ചസ് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലാസ്കാസ് ഗുഹയിൽ നമ്മൾ ഗുഹാചിത്രം കണ്ടതിനകത്ത് നിന്ന് താളിയോളയിലേക്കും
അത് തൂവലിലേക്കും പിന്നീട് അത് പേനയിലേക്ക്, ബുക്കിലേക്ക്, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിലേക്ക്, അത് കഴിഞ്ഞിട്ട് ലാപ്ടോപ്പിലേക്കും, പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ക്ലൗഡ് കമ്പ്യൂട്ടർ, നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ ഒരു എക്സ്റ്റേണൽ സെർവറിൽ, ഒരു ഗ്ലോബൽ സെർവറിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് നമുക്കൊരു ഫിംഗർ ടിപ്പിൽ നമ്മുടെ ഫോണിൽ തന്നെ ഒരു കമ്പ്യൂട്ടറിൻ്റെ സാധ്യതകൾ വെച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും 3D പ്രിൻറ്റിങ് നമ്മൾ ചെന്ന് നിന്ന് നമ്മുടെ രൂപം തന്നെ പ്രിൻറ്റ് ചെയ്ത് തരിക. അതുപോലെ 360 പനോരമ, ഒരു സ്ട്രീറ്റ് കംപ്ലീറ്റ് നമുക്കിപ്പോൾ അറിയാം, ഗൂഗിൾ എർത്തൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ റോഡ് മുഴുവൻ നമുക്ക് കണ്ടുകൊണ്ട് വണ്ടി ഓടിച്ച് പോകാൻ പറ്റും. അതുപോലെ വിർച്വൽ റിയാലിറ്റി, പല സ്ഥലത്തുള്ള കാര്യങ്ങളെ നമുക്ക് നേരിട്ട് കാണാൻ, അല്ല ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നതും അല്ലെങ്കിൽ പ്രീ ഹിസ്റ്റോറിക് പീരീഡിലുള്ള ഡൈനോസറസിനെയൊക്കെ ഇടയിൽ നമ്മൾ തൊട്ടുപോയി ഓഗ്മെൻ്റഡ് റിയാലിറ്റി പോലുള്ള പല സാധ്യതകളും നമ്മളിപ്പോൾ ഈ സ്മാർട്ട് ലാബ് വഴിയും ആൻഡ്രോയിഡ് ആപ്സ് വഴിയും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ബാഹുബലി എന്നുള്ള സിനിമയൊക്കെ നിങ്ങൾ കണ്ടു കാണും, പല സമയത്തും കൊട്ടാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക ആനിമേറ്റ് ചെയ്തിട്ടുള്ള ഫോംസ് വഴിയാണ് അവർ കൊണ്ടുവരിക. അപ്പോൾ അതിന് വിഷ്വൽ എഫക്ട്സ് എന്നുള്ള കണ്ടീഷനിലാണ് അത് പോവുക. ആനിമേഷൻ, ഡിജിറ്റൽ ആർട്ട്, ഇങ്ങനെയുള്ള ടെക്നോളജി എല്ലാം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ബാഗ്ലെസ് ഡേയ്സ് എന്ന് പറയുന്ന ഒരു പോളിസി. അതായത് കുട്ടികൾ എല്ലാ ദിവസവും പുസ്തകങ്ങളുമായിട്ട് പോകുന്നത് അവർക്ക് പല കാര്യങ്ങളും മെമ്മറൈസ്, ഒരു നമ്മൾ പറയാറില്ലേ മലയാളത്തിൽ പുസ്തകപ്പുഴുവാണെന്ന് പറയാറില്ല, അങ്ങനെ വരാതെ ആ കുട്ടിക്ക് ഒരുപാട് സ്കിൽസ് കാണും. പഠിക്കുന്ന രീതിയിൽ മാത്രമായിരിക്കത്തില്ല, ഒരുപാട് ഏരിയയിൽ ആ കുട്ടിക്ക് ഒരു ജന്മസിദ്ധമായിട്ടുള്ള കഴിവുള്ള കുട്ടിയായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഫ്യൂച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു രീതിയിൽ, കീപ്പ് യുവർ ഐ ഓൺ ദ ഫ്യൂച്ചർ, ഭാവിയിൽ എങ്ങനെ അതൊക്കെ ഉപകാരപ്പെടുത്താം എന്നുള്ള രീതിയിൽ ഒരു ദിവസം ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട്, ചിലപ്പോൾ പ്ലംബിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ വയറിങ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഉണ്ടാക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ആംബി തിയേറ്റർ ഉണ്ടാക്കുന്ന ഇങ്ങനെയുള്ള പല പല ആക്ടിവിറ്റീസിൽ. ഇവിടെ ഞാൻ നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി ഒരു സ്ലൈഡ് കാണിച്ചിട്ടുണ്ട്. അരവിന്ദ് ഗുപ്ത എന്ന് പറയുന്ന ആൾ IIT കാൺപൂരിലെ ഒരു പ്രൊഫസറാണ്. അദ്ദേഹത്തിന് ഏകദേശം 3000-ഓളം സ്കൂൾസിൽ 6200-ഓളം ഷോർട്ട് ഫിലിംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയറിയാം. അതിനകത്ത് ഏകദേശം ഒരു 18 ലാംഗ്വേജിൽ ഒരുപാട് സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഈ വസ്തുക്കൾ, പാഴ്വസ്തുക്കളുണ്ട്. ചെറിയ ഇലക്ട്രിക് മോട്ടറൊക്കെ മുട്ടസൂചി കൊണ്ടും വയറും കൊണ്ടൊക്കെ ഏതൊരു കുട്ടിക്കും ഉണ്ടാക്കുന്ന രീതിയിൽ വളരെ രസകരമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രാക്ടിക്കൽ വീഡിയോസ് ഉണ്ട്. ഇത് ഫ്രീ ആണ്. അപ്പം നിങ്ങളതൊന്ന് നോക്കിയിട്ട് സൗകര്യം കിട്ടുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് വളരെ വളരെ ഉപകാരപ്പെടും. സയൻസ് മാത്രമല്ല, എല്ലാ കുട്ടികൾക്കും അത്തരത്തിലുള്ള ഒരു അതിൻ്റെ ട്രാഷിനകത്ത് നിന്ന് നമുക്ക് ഈ നമ്മൾ വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കളിനകത്ത് നിന്ന് എങ്ങനെയൊക്കെ വർക്കിംഗ് മോഡൽസ് ഉണ്ടാക്കാനൊക്കുന്ന ഒരു ക്ലാസ് കൊടുക്കുന്ന ഒരു IIT-യിലെ പ്രൊഫസറാണ് അരവിന്ദ് ഗുപ്ത എന്ന് പറഞ്ഞ്. സൗകര്യം പോലെ നിങ്ങളത് നോക്കുക. ഞാൻ ഈ പ്രസൻറ്റേഷൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് തരാം. അത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്കതൊരു റിവ്യൂ ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇന്നത്തെ സമയത്ത് ഈ റോബോട്ടിക് ടീച്ചർ, വൈ എ ലേണർ സ്കോളർ ഗൈഡ് ഈസ് ഇമ്പോർട്ടൻ്റ് ഇൻ എഡ്യൂക്കേഷൻ പ്രോസസ് ഇൻസ്റ്റെഡ് ഓഫ് എ റോബോട്ട്. ഈ റോബോട്ട്സിനകത്ത് നമ്മൾ സേവ് ചെയ്ത് വെച്ചാൽ ഏത് ടോപ്പിക്കും ഒരു മെമ്മറി മിസ്റ്റേക്ക് ഇല്ലാതെയും റോബോട്ടിന് പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സമയത്ത് ആർട്ടിഫിഷ്യൽ നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ ആ റോബോട്ട് അതിന് ആൻസർ ചെയ്യും. ഒരു ശകലം പോലും തെറ്റില്ല, ഒരു ഫോർമുലയും തെറ്റില്ല. പക്ഷേ എന്താണ് വ്യത്യാസം വെച്ചാൽ ഈ കുട്ടിയുടെ മാനം. ഇതിന് രണ്ടാമത്തെ ഒരു ഫോട്ടോഗ്രാഫി നമുക്കറിയാം. ആ കുട്ടി ചിരിക്കുന്നു, ആ കുട്ടിയുടെ സന്തോഷം, അതിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്, അല്ലേ അവൻ്റെ അമ്മ ഇന്ന് രാവിലെ ജോലിക്ക് പോയിട്ട് എന്തെങ്കിലും കൊച്ചു കൊച്ചു സങ്കടങ്ങളൊക്കെ ഓരോ കുട്ടിയുടെ മനസ്സിലും കാണും. അപ്പോൾ ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ആ കുട്ടിയുടെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് പെരുമാറാൻ ഒരു ടീച്ചർക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു കണ്ടീഷനിൽ ഈ ഇമോഷൻസ് മനസ്സിലാക്കാൻ അത്ര പെട്ടെന്ന് നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഒരു പ്രോഗ്രാംഡ് റോബോട്ടിന് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു കുട്ടിയുടെ ക്യാരക്ടറിനെ മോൾഡ് ചെയ്തെടുക്കാൻ. ഇനി അടുത്ത് നമ്മൾ അറിയേണ്ടത് നമ്മളുടെ കുട്ടികൾ നമ്മുടെ ഒരു ക്ലാസ്സിൽ നമ്മൾ പോകുമ്പോൾ അത് 1ാം ക്ലാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ 12th ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു റിസർച്ച് സ്കോളർ ആയിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന കുട്ടിയുടെ ഇൻബോൺ ടാലൻ്റ് എന്താണ്, ആ കുട്ടി എന്തൊക്കെ ചെയ്തിരുന്നു എന്നൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഞാനിവിടെ നിങ്ങൾ ഈ അടുത്തിടയ്ക്ക് വളരെ വൈറലായിട്ടുള്ള ഗംഗാ ശശിധരൻ എന്ന് പറഞ്ഞ വയലിൻ വായിക്കുന്ന ഒരു കൊച്ചുകുട്ടിയെ കണ്ടു കാണും. അതേപോലെ തന്നെ ഞാൻ 2-3 കൊച്ചുകുട്ടികളെ ഒന്ന് ഇന്ത്യയിൽ നമുക്ക് വളരെ ഇതായിട്ട് അറിയാവുന്ന 2-3 കുട്ടികളെ ഒന്ന് പറയുകയാണ്. ഒന്നൊരു അർക്കിത് ജസ്വാൽ എന്ന് പറയുന്നൊരു കുട്ടി 7 വയസ്സ് ഉള്ള സമയത്ത് ഒരു വലിയ സർജറി ചെയ്തതാണ്, ഒരു മെഡിക്കൽ സർജറി ചെയ്തൊരു കുട്ടിയാണ്. അതുപോലെ തന്മയ് ബക്ഷി എന്ന് പറയുന്ന ഈ കുട്ടി ഒരു 9 years old മുതൽ ഒരു 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം 80 ലക്ഷം രൂപ 85 ലക്ഷം രൂപ പെർ മന്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നിന്ന് IBM-ൻ്റെ ക്ലാസ്സും ഒക്കെ എടുത്തു കൊടുത്തിട്ട് റെമ്യൂണറേഷൻ വാങ്ങിക്കുന്ന ഗൂഗിളിൻ്റെ ഒരു സ്റ്റാഫായിട്ട് മാറി.
തന്നെത്താൻ പഠിച്ചാണ്. എൻ്റെ അച്ഛനും അമ്മയും IBM സ്റ്റാഫായിരുന്നു. അങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് ബേസ് കിട്ടിയിട്ട് യൂട്യൂബിൽ നിന്ന് മറ്റുള്ള കാര്യങ്ങൾ തനിയെ പഠിച്ചിട്ട് ഇന്ന് വേൾഡിൽ ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പ്രോഗ്രാമറാണ് തന്മയ് ബക്ഷി എന്ന് പറയുന്ന ഈ കുട്ടി. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതുപോലെ തിലക് മെഹ എന്ന് പറയുന്നൊരു കുട്ടിക്ക് ഒരു 13 years ഓൾഡ് ഉള്ള സമയത്ത് ഒരു തന്നെത്താൻ ഒരു എൻ്റർപ്രനർ കമ്പനി തുടങ്ങിയിട്ട് ആ കമ്പനിയുടെ 100 കോടി രൂപയുടെ നെറ്റ് വർത്തുള്ള ഒരു കമ്പനിയായിട്ട് വളർത്തിയെടുത്തു. 13 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള കുട്ടികളുടെ ആണ് നമ്മൾ ക്ലാസ് റൂമിൽ നമ്മൾ നേരിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്, ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനിൽ കിട്ടുക. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു കുട്ടിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതാണ് ഒരു എൻ്റെ ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസ്. അത് ഓരോ കുട്ടിക്കും അവരുടേതായിട്ടുള്ള ബർത്ത്. സോ എവറി ചൈൽഡ് ഈസ് ബോൺ വിത്ത് എ ടാലൻറ്റ്. ട്രൈ ടു ലിസൺ ഫസ്റ്റ്. നമ്മൾ ടീച്ചേഴ്സ് ആണെങ്കിൽ അത് ആദ്യമേ ലിസൺ ചെയ്യണം. അപ്പോൾ ഈ ഒരു ശ്രദ്ധിച്ച് കേൾക്കുക. അവനെന്ത് മണ്ടത്തരം പറഞ്ഞാലും നല്ല കാര്യങ്ങൾ പറഞ്ഞാലും അതിലെന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ടായിരിക്കും ആ കുട്ടി ഒരു ടീച്ചർ ഫ്രണ്ടിൽ അവതരിപ്പിക്കുക. ഇനി അതുപോലെ നെക്സ്റ്റ് ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് അറിയാവുന്നൊരു സംഗതി ഇതാണ്. വളരെ കൃത്യമായിട്ട് എഡിസൺ നമ്മുടെ ബൾബൊക്കെ കണ്ടുപിടിച്ച എഡിസണ് എന്നോട് പണ്ട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇത്രയും തവണ 1000 തവണ ഫെയിലായിട്ടല്ലേ ഒരു തവണ നിങ്ങളൊന്ന് വിൻ ചെയ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞാണ്, ഐ ഹാവ് നോട്ട് ഫെയിൽഡ് 1000 times, സക്സസ്ഫുള്ളി ഡിസ്കവേർഡ് 1000 ways നോട്ട് ടു മേക്ക് ദ ലൈറ്റ് ബൾബ് എന്ന. ഒരു ബൾബ് എങ്ങനെ കത്തത്തില്ല എന്നുള്ളത് ഞാനത് കണ്ടുപിടിച്ചു എന്നുള്ള 1000 തവണ എങ്ങനെയൊക്കെ കത്തില്ല എന്ന് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂം ഈസ് എ പ്ലേസ് ഫോർ മിസ്റ്റേക്ക് മേക്കിംഗ്. ലെറ്റ് ദം പെർമിറ്റ് അവർ കിഡ്സ് ടു പ്ലേ വിത്ത് ദെയർ ഐഡിയാസ്. അപ്പോൾ വരുന്ന കുട്ടികൾ അവർ മിസ്റ്റേക്ക് കാണിച്ചോളൂ. ഒരു മിസ്റ്റേക്കൂടെ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ടേക്കുന്ന ഒരു സ്ലൈഡാണ്. അതേപോലെ തന്നെ ക്രിട്ടിക്കൽ ഇഷ്യൂസ്. ഞാൻ വീണ്ടും ഒന്നുകൂടെ ആ ക്രിട്ടിക്കൽ ഇതിലേക്ക് വന്നപ്പോൾ ടെക്നോളജിക്കൽ ഹൈ ക്രിയേറ്റ്, ഈ ചെറിയ നീല കളറിൽ എഴുതിയേക്കുന്ന അതിനൊരു നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. അതിനകത്ത് നമുക്ക് ടെക്നിക്കൽ ഹൈ ക്രിയേറ്റ്സ് ഡിപ്രഷൻ. നമ്മളിങ്ങനെ അഡിക്ഷനായിട്ട് മൊബൈലിൽ കുത്തിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ സിനിമ കാണുമ്പോൾ ഏത് മീഡിയംസ് നമ്മൾ അമിതമായിട്ട് ഉപയോഗിക്കുമ്പോഴും സോഷ്യൽ മീഡിയ അഡിക്ഷൻസ് ഉണ്ടാകാറുണ്ട്. അതുപോലെ ഡീമോറലൈസ് ഹ്യൂമൻ വാല്യൂസ്. നമുക്ക് അച്ഛനും അമ്മയും മക്കളും സഹോദരങ്ങളും ഒക്കെ ആയിട്ടുള്ള ബന്ധമൊക്കെ ഉപേക്ഷിച്ചിട്ട് പലതരത്തിലുള്ള ഇമ്മോറൽ ട്രാഫിക്കും ടെററിസും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതുപോലെ നീഡ് ഓഫ് എക്കോ ഫ്രണ്ട്ലി ലൈഫ് ഫോർ ഫ്യൂച്ചർ ലൈഫ്. ഗ്ലോബൽ വാർമിങ്ങും ക്ലൈമാറ്റിക് ചേഞ്ചും ഇന്ന് നമ്മൾ കാണുന്ന ഈ ഉഷ്ണതരംഗങ്ങളും ഒക്കെ ഉണ്ടായത് ഈ ഒരു എക്കോ ഫ്രണ്ട്ലി ലൈഫിൽ നമ്മുടെ ഋതം തെറ്റിയതുകൊണ്ടുണ്ടാകുന്ന ചില ഫീഡ്ബാക്കുകളാണ്. അതുപോലെ ചേഞ്ചിങ് സിനാരിയോ ഓഫ് എനർജി മാനേജ്മെൻറ്റ്. നമ്മുടെ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിൻഡ് ഫാനും സോളാർ കാറും അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഇലക്ട്രിക് കാറും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മറ്റ് ഫ്യൂവൽസിലേക്ക് നമ്മൾ പോകുന്ന സസ്റ്റൈനബിൾ എനർജി യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു എനർജി സെക്ടർ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള അവയർനെസ് ആ കുട്ടിക്ക് ഉണ്ടാകണം. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് പ്രൈവസി ഇഷ്യൂസ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊരു ഫോണും കൊണ്ട് എവിടെയെങ്കിലും പോയാൽ, ഇപ്പോൾ കൊട്ടാരക്കര അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് അല്ലെ മാവേലിക്കര കൊല്ലത്ത് ഒരു കടയിൽ ഞാൻ 20 പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ ആ ഫോണും കൊണ്ടാണ് പോകുന്നത്. കൃത്യമായിട്ട് അത് നോൺ ചെയ്യുക, ഇന്ന കടയിൽ ഇപ്പോൾ മാവേലിക്കര പീറ്റ് മെമ്മോറിയൽ ഞാൻ 30 തവണ പോയിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് നമ്മളെ ഒരാൾ ഇങ്ങനൊരു ചാരൻ അല്ലെങ്കിൽ ഒരു സ്പൈ നമ്മുടെ പുറകെ വന്ന് പോകുന്ന പോലെ ഈ നമ്മുടെ പ്രൈവസി ബാധിക്കുന്ന ചില ഇഷ്യൂസ്. അതിന് സൈബർ ബുള്ളിങ്ങും ഇതുണ്ട്. അതിനോടൊപ്പം തന്നെ കോപ്പിറൈറ്റ്ലെസ്, നമ്മുടെ പല വിവരങ്ങളും അടിച്ചു മാറ്റി അതിനനുസരിച്ചുള്ള പരസ്യങ്ങൾ തരിക, അതിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് വീഴ്ത്തുക, സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ്. അതുപോലെ ഗ്ലോബൽ ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഓൺലൈൻ ട്രാൻസ് മാർക്കറ്റിംഗ്. നമുക്കറിയാം, നമ്മളൊരു ലോൺ തരാം, പെട്ടെന്ന് ലോൺ തരാം അല്ലെങ്കിൽ ഒരു ഓഫർ തരുമ്പോൾ നമ്മൾ ചാടി വീഴും. ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റ്, ഡെപ്റ്റ്, കടം, ഡിപ്രഷൻ, ഇതൊക്കെ വെച്ച് നമുക്ക് ഒരുപാട് ഡിപ്രഷൻ ഉണ്ടാകും. ചില സമയത്ത് ദാരിദ്ര്യമായിരിക്കും. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുത്ത് വീടൊക്കെ വെച്ചിട്ട് അവസാനം സൂയിസൈഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സോ വാട്ട് ഈസ് റിക്വയർഡ് ഫോർ ദി ഫ്യൂച്ചർ സൊസൈറ്റി ഇൻ എവറി ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. അപ്പോൾ നമ്മൾ ഈ ക്രിട്ടിക്കൽ ഇഷ്യൂസിനകത്തൊക്കെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആയിരിക്കണം, സ്കിൽ ബേസ്, നമുക്കറിയാവുന്ന കൊച്ചു കാര്യങ്ങൾ തനിയെ ചെയ്യാനുള്ള സ്കിൽ വേണം. എക്കോ ഫ്രണ്ട്ലി, നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യണം. ഒരാൾക്ക് വേണ്ടുന്ന ഫുഡ് നമ്മൾ തന്നെ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ലൈഫ് സ്റ്റൈൽ നമ്മൾ ഉണ്ടാക്കണം. അതുപോലെ എൻ്റർടൈൻമെൻറ്റ്. നമ്മൾ പലപ്പോഴും കുറച്ചൊരു വിഭാഗം ആൾക്കാരേ ഉള്ളൂ ഫാമിലി ആയിട്ട് നടക്കാൻ പോവുക, അല്ലെങ്കിൽ ഗാർഡൻ പോവുക, ടൂറിൽ പോവുക, ഫിലിമിന് പോവുക, അല്ലെങ്കിൽ ഒന്നിച്ചിരുന്ന് പാചകം ചെയ്യുക. എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ടൂർ മാത്രമല്ല, ഏത് ആക്ടിവിറ്റീസ്, ഒന്നിച്ച് കൃഷി ചെയ്യുക, ഒന്നിച്ച് പാചകം ചെയ്യുക, ഒന്നിച്ച് നടക്കാൻ പോവുക, ഒന്നിച്ചിരുന്ന് വർത്തമാനം പറയുക, ഇതൊക്കെ എൻ്റർടൈൻമെൻറ്റിൽ വരുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്കൊരു ഡ്രീം വേണം. തിങ്ക് ബിഗ് ഡ്രീം, ബി ആക്റ്റീവ് വേറെവർ യു ആർ. നമ്മൾ എവിടെ ആയാലും നമുക്കൊരു വലിയ ഡ്രീം വേണം. നമുക്ക് പോകാനുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. അതുപോലെ വൈ ഫോർ ആർട്ട് എഡ്യൂക്കേഷൻ. ആർട്ട് എഡ്യൂക്കേഷൻ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുക?
ആർട്ട് എപ്പോഴും നമുക്ക് ഒരു ഇഷ്ടമുള്ള സാധനമാണ്. കുറച്ച് സൗന്ദര്യപരമായ കാഴ്ചപ്പാടിലായതുകൊണ്ട് എപ്പോഴും മറ്റുള്ള സബ്ജക്റ്റിനൊക്കെ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും അതിലിടുക. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ കുട്ടികളുടെ ഒരു ക്യാമ്പസ് ബ്യൂട്ടിഫിക്കേഷനിൽ വേണ്ടിയിട്ട് ക്രാഫ്റ്റ് ഉണ്ടാക്കാനായിട്ടൊക്കെ പല സബ്ജക്റ്റിൽ ബയോളജിയും പോർട്രേറ്റ്സുകളും അതുപോലെ വേർലി ട്രഡീഷണൽ പെയിൻറ്റിങ്ങുകളൊക്കെ കുട്ടികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മറ്റ് സബ്ജക്റ്റുമായിട്ട് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാം, അതിലൂടെ എങ്ങനെയൊക്കെ കൾച്ചർ വാല്യൂസ് കൊണ്ടുവരാം, അതാണ് ഉദ്ദേശിക്കുക. അതേപോലെ തന്നെ റോൾ ഓഫ് ആർട്ട് ഇറ്റ്സ് ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് വിത്ത് അവർ സബ്ജക്റ്റ്. നമുക്ക് നമ്മളുടെ ആർട്ടിൻ്റെ സബ്ജക്റ്റിൽ നിന്നുകൊണ്ട് തന്നെ ആർട്ട് ഇൻ മാത്തമാറ്റിക്സ്, ആർട്ട് ഇൻ ബയോളജി, ആർട്ട് ഇൻ കെമിസ്ട്രി, ആർട്ട് ഇൻ ഫിസിക്സ്, ആർട്ട് ഇൻ ലാംഗ്വേജസ്, ആർട്ട് ഇൻ കമ്പ്യൂട്ടർ സയൻസ്, ആർട്ട് ഇൻ മ്യൂസിക്, ഇങ്ങനെ ഓരോന്നിനകത്ത് സ്കൂൾ അഡ്മിനിസ്ട്രേഷനിലുണ്ട്, കമ്മ്യൂണിക്കേഷനിലുണ്ട്, ക്യാമ്പസ് ബ്യൂട്ടിഫിക്കേഷനിലുണ്ട്, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലുണ്ട്. ഇപ്പോൾ ആർട്ടും സ്കൂൾ എഡ്യൂക്കേഷനുണ്ട്, ക്രിയേറ്റീവ് റൈറ്റിങ്ങിലുണ്ട്, ആർട്ടില്ല. ഇപ്പോൾ ആർട്ടെന്ന് പറഞ്ഞൊരു ടേം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചിത്രം വരയ്ക്കുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല ആർട്ടിനെ നമ്മൾ കാണുക. അതിനൊരു വൈഡ് മീനിങ് ഉണ്ട്. ആ മീനിങ്ങിൽ എങ്ങനെയൊക്കെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ അടുത്ത കുറച്ച് സ്ലൈഡിലേക്ക് കാണിക്കാം. ഇത് ഞാൻ എൻ്റെ ട്രിവാൻഡ്രത്തെ സ്കൂളിൽ വർക്ക് ചെയ്തപ്പോൾ അവിടുത്തെ ഒരു ബയോളജി ടീച്ചറുമായിട്ട് ചേർന്നിട്ടില്ല, ഒരു ബയോളജിയുടെ ഒരു ലാൻഡ്സ്കേപ്പ് തന്നെ കുട്ടികളുമായിട്ട് ചേർന്നിട്ട് ഒരാഴ്ച കൊണ്ട് അവിടെ ജനറേറ്റ് ചെയ്തു. അവർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തറയിലൊക്കെ കുത്തിയിരുന്നിട്ട് മാത്സ് ലാബും ബയോളജി ലാബും ഒക്കെ ക്യാമ്പസിൽ സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കുറച്ച് ശില്പങ്ങളുടെ രൂപത്തിൽ. അപ്പോൾ ഒരിക്കലും അവരുടെ മൈൻഡിൽ നിന്ന് ആ ഒരു ഇമേജ് മറന്നു പോകില്ല. ഇനി ഏത് ഉറക്കത്തിലും അവരോട് വിളിച്ച് ചോദിച്ചാൽ ഒരുപക്ഷെ അവർ ആ സബ്ജക്റ്റിനോട് അത്രയധികം ഇൻറ്റിമസി ഉണ്ടാക്കും. ഈ ഒരു ആക്ടിവിറ്റീസ്, അത് കെമിസ്ട്രിയുടെ ഉണ്ട്, മാത്സിൻ്റെ ഉണ്ട്, അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും അവർക്ക് മെമ്മറൈസ്. ഇതിനെയാണ് ഒരു എസ്തെറ്റിക് അപ്രോച്ച് നമ്മൾ പറയാം. ഇനി അടുത്ത ആർട്ട് ഇൻ്റഗ്രേറ്റ് അപ്രോച്ച് ഇത് കെമിസ്ട്രി. ഈ കെമിസ്ട്രിക്കകത്ത് തന്നെ നമ്മൾ ഹൈഡ്രജൻ നമ്മൾ എങ്ങനെയൊക്കെ കിട്ടുന്നു, അല്ലെ ഹീലിയം, ബലൂൺസിൻ്റെ, അല്ലെ ലിഥിയം, ബാറ്ററീസിൻ്റെ, നമ്മൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയൊരു പിക്ചർ, ഒരു ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെപ്പോഴും അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. നമ്മളുടെ ബോഡിയിൽ തന്നെ എത്രമാത്രം ഏതൊക്കെ ഏരിയയിലുണ്ട്, അതിനൊക്കെയുള്ള ഗ്ലോബൽ വാർമിംഗ് വരാനായിട്ടുള്ള ഒരു കാരണം, ഏതൊക്കെ കമ്പോണൻറ്റ്, ഏതൊക്കെ വാതകങ്ങൾ എമർജ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഭൂമിക്ക് ദോഷം ഉണ്ടാകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പറയുമ്പോൾ ആ കുട്ടിക്ക് കൂടുതൽ വായിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ല കൂടുതൽ തിരഞ്ഞെടുത്തിട്ട് ഒരു പ്രത്യേക ഏരിയ ചൂസ് ചെയ്തിട്ട് റെഫർ ചെയ്യാനുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് വരും. അതേപോലെ തന്നെ ഇവിടെ ദ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് വിത്ത് ഫിസിക്സുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഇതിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ക്ഷേത്രങ്ങളിലൊക്കെ, തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭ ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിയുമ്പോൾ ഇങ്ങനൊരു ഹ്യൂമൻ ഫിഗറിൻ്റെ രീതിയിലാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പക്ഷേ വിശ്വസിക്കത്തില്ല. കാരണം അതിനൊരു വേദിക് ഒരു കൺസെപ്റ്റ് ഉണ്ട്. എപ്പോഴും നമ്മളുടെ എനർജി നമുക്കറിയാവുന്നതാണ്. രാശിചക്രം എന്നൊക്കെ പറയുന്നത് സെൻട്രൽ ഞാൻ വരച്ചിട്ടുണ്ട്. ഓരോ ഈസ്റ്റ് വെസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നമുക്ക് ചിലപ്പോൾ നമ്മൾ വീട്ടിൽ പറയാറുണ്ട് തെക്കോട്ട് തല വെച്ച് കിടക്കാൻ പാടില്ല, ഇങ്ങനെ ഓരോ ഡയറക്ഷൻ, അവിടെ എനർജി റിപ്പൽഷൻ ഉണ്ടാകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാഗ്നറ്റിസമാണ്. മൂന്നാമത്തെ സ്ലൈഡിൽ കിടപ്പുണ്ട് സൗത്ത് പോളും നോർത്ത് പോളും ആയിട്ടൊരു മാഗ്നറ്റിസം പോലെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കെപ്പോഴും നമ്മളിങ്ങനെ നിവർന്ന് നിൽക്കുമ്പോൾ നമ്മളെയും ഒരു മാഗ്നറ്റ് പോലെ തന്നെ നമ്മുടെ അതിൻ്റെ ബോഡിയെ ട്യൂൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ട്യൂണിങ്ങിന് ഒരു റിപ്പൾഷൻ ഉണ്ടാകുന്ന രീതിയിലാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബ്രെയിനിന് അതിൻ്റെ റിപ്പൾഷൻ ഉണ്ടാകും. കാരണം ഈ നമ്മുടെ ബോഡിയിൽ ഏകദേശം 12 വോൾട്ട് DC ആണ് നമ്മുടെ ന്യൂറോ സെൽസൊക്കെ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രിക് വേവ്സ് വഴിയാണ് നമ്മുടെ എല്ലാ ന്യൂറോപ്പതിക്കായിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും നടക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ഈ റിപ്പൾഷൻ ബാധിക്കുകയും നമുക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയും, അല്ലെങ്കിൽ മറ്റ് സ്വപ്നങ്ങൾ കാണുക, ആവശ്യമില്ലാത്ത വിഷ്വൽസിലേക്ക് വരിക, ഉറക്കത്തിനെ ഡിസ്റ്റർബ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാഗ്നറ്റിക്സിൻ്റെ റിപ്പൾഷൻ കൊണ്ടുണ്ടാകും. ഒരു പക്ഷേ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കാം ആസ്ട്രോണമിയും ആസ്ട്രോളജിയൊക്കെ നിലനിൽക്കുക. അതുപോലെ ഇപ്പോൾ കാന്തചികിത്സ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ പിന്നീട് ഒന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ സിംബോളിസം ഇൻ ഇന്ത്യൻ ടെമ്പിൾ ആർക്കിടെക്ചർ, ഈ ടെമ്പിൾ ആർക്കിടെക്ചറിനകത്ത് ഇങ്ങനെ ഒരു സിംബോളിക് കാഴ്ചപ്പാടും കൂടെ ഉണ്ട്. നമ്മൾ 5-6 ചക്രങ്ങളിലേക്ക് നമ്മൾ ആ സഹസ്രപത്മം വരെയുള്ള ഒരു ഹ്യൂമൻ ഫിഗറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് തന്നെയാണ് ആ ഗോപുരം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഗോപുരത്തിൻ്റെ ഒരാളിനെ കാല് തൊട്ട് നമസ്കരിക്കുന്നു എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ് ആദ്യം തൊട്ട് തൊഴുതിയിട്ട് അകത്തേക്ക് കയറിപ്പോവുക. അപ്പോൾ പടിയാറും കടന്നങ്ങി എന്ന് ശിവനെ കാണുമെന്ന് പറയുന്ന കൺസെപ്റ്റുകളൊക്കെ ഈ പറയുന്ന രീതിയിലേക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഇത് വൈ മ്യൂസിക് ഇൻ എഡ്യൂക്കേഷൻ. മ്യൂസിക് എന്ന് പറയുന്നത് തന്നെ നമുക്ക് സ്വരങ്ങൾ നമ്മുടെ ബോഡിയുമായിട്ട് ആ ലാസ്റ്റ് സ്ലൈഡിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. സ രി ഗ മ പ ധ നി സ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ ഓരോ ചക്രങ്ങളെ, ഓരോ സ്ഥാനങ്ങളെയും ആ ഫ്രീക്വൻസി പറയുമ്പോൾ ചലനം ഉണ്ടാക്കാൻ തക്കുന്ന രീതിയിലാണ് നമ്മളുടെ ബോഡി തന്നെ ഉണ്ടാക്കുക. അതിന് അതേ രീതിയിൽ തന്നെയുള്ള ഫ്രീക്വൻസിയാണ് നമ്മുടെ ഡിവൈനായിട്ടുള്ള വീണയിലും
മറ്റ് സംഗീത ഉപകരണങ്ങളിലൊക്കെ സ്വരങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിനകത്തൊരു മനുഷ്യനിങ്ങനെ കമന്ന് കിടന്നു കഴിഞ്ഞാൽ അതിന് തുല്യമായിട്ടുള്ള ഒരു കോമ്പോസിഷൻ തന്നെയാണ് നമ്മളുടെ വീണ രൂപകൽപ്പന ചെയ്തിട്ടുള്ള അതിൻ്റെ സ്വരസ്ഥാനങ്ങളും അത്തരത്തിലാണ്. അതുകൊണ്ടാണ് മ്യൂസിക് തെറാപ്പി മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളുടെ ശരീരത്തിനെ പല രീതിയിൽ ട്യൂൺ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പറയാം. ഇനി ഇവിടെ ഇത് എൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണ്. ഇടയ്ക്ക് നിങ്ങൾക്കൊരു ഐ ട്രീറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടതാണ്. ഇപ്പോൾ ഈ പെയിൻറ്റിങ് ഞാൻ ഈ അക്ഷരങ്ങൾ നമ്മൾ തൊട്ട് നോക്കിയാൽ നമുക്കറിയാം. ഇപ്പോൾ തന്നെ നിങ്ങൾ തൊണ്ടയിൽ തൊട്ടിട്ട് ഗായ്ഖ ങ എന്ന് പറഞ്ഞാൽ തൊണ്ട വൈബ്രേറ്റ് ചെയ്യും. നെഞ്ചിൽ തൊട്ടിട്ട് ചായ്ച്ച നെഞ്ച് ഭാഗത്തായിരിക്കും. തായ്ത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയഫ്രത്തിൻ്റെ ഭാഗത്തായിരിക്കും. തായ്ത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് വരും. പാ വരുമ്പോൾ ഏകദേശം പൊക്കിളിൻ്റെ ഭാഗത്തേക്ക് വരും. പിന്നെ യാരാലാവ ശാഷ വരുമ്പോഴത്തേക്ക് വയർ ഒട്ടി അകത്തേക്ക് പോകും. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അത് വായനയിലൂടെയും മറ്റ് പല സെർച്ചിങ്ങിലൂടെയും കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെ ഒരു പെയിൻറ്റിങ് ആക്കാൻ വേണ്ടി ഒരു അക്രിലിക് 4x4 ഫീറ്റ് സൈസിലുള്ള ഒരു അക്രിലിക് പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ അതിനുണ്ടാകുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ഞാൻ നിങ്ങളോടൊന്ന് ഈ ഒരു സമയത്തൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഓം എന്ന് പറയുന്ന ഇപ്പുറത്തിവിടെ ഒരു ചെറിയൊരു സ്കെച്ച് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ എർത്ത് മുതൽ ആകാശം അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ തരംഗങ്ങൾ വരെയുള്ള ഒരു വേവിനെയാണ് നമ്മൾ ഓം എന്നുള്ള ഒരു അക്ഷരം കൊണ്ട് ആ മുതൽ അം വരെയുള്ള അക്ഷരങ്ങളുടെ ഒരു ഫ്രെയിമിനെയാണ് ഓം. വെറും ഒരു ഇതല്ല അത്. അതിന് ശരിക്കും നമ്മുടെ കംപ്ലീറ്റ് ബോഡിയെയും സ്പൈനൽ കോഡിനെയും വൈബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഘടനയാണ് ഓം എന്ന് പറയുന്ന വാക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി അടുത്തത് വീണ്ടും ദ ചേഞ്ചിങ് ചക്രാസ് ഓഫ് ഹ്യൂമൻ ബോഡി. ഇതിൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ചില ഫോംസ് എനിക്ക് കിട്ടിയിരിക്കുന്ന ചില സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ന്യൂറോൺ സെല്ലിനെ കുറിച്ചും. അപ്പോൾ ഈ പെയിൻറ്റിങ്ങിനകത്ത് തന്നെ നിങ്ങൾ ഇതിനകത്തൊരു യോഗി ഇരിക്കുന്ന ഒരെണ്ണമുണ്ട്. താഴെ ഒരാൾ കയ്യിലൊരു മൊബൈൽ വെച്ചേക്കുന്ന ഒരു കൈ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തെ ചക്രങ്ങളെല്ലാം മാറ്റിയിട്ട് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വൈഫൈയും തൊട്ട് താഴെ നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ്, ട്വിറ്റർ, ഫേസ്ബുക്ക്, ഇൻ്റർനെറ്റ് ഇങ്ങനെയുള്ള ചക്രങ്ങളിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞപ്പോൾ നമ്മളുടെ തന്നെ സോളിനെ നമ്മൾ തിരിച്ചറിയാൻ പറ്റാതെ വേറെ ചില മീഡിയാസിന് വേണ്ടി നമ്മൾ ഒഴിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഒരു പെയിൻറ്റിങ്ങിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു. എൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണ്, പക്ഷേ എൻ്റെ മനസ്സിൽ ചിന്ത ഇത്തരത്തിലുള്ള ഒരു അപ്രോച്ചിലാണ്. അതുപോലെ തന്നെ ഇവിടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ വെൻ യു ആർ വി ആർ പോസിറ്റീവ് ടുവേഴ്സ് ലൈഫ്. നമ്മുടെ ജീവിതമൊക്കെ വളരെ ഹാപ്പി ആയിരിക്കും. നമ്മൾ കാര്യങ്ങളെ വളരെ പോസിറ്റീവായിട്ട് കാണാൻ പഠിക്കണം. എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ആ ഇഷ്യൂവിനെ വലിയ ഇതായിട്ട് ടെൻഷനായിട്ട് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അന്നത്തെ ഒരു ദിവസം നമുക്ക് പോകും. അപ്പോൾ അത് ഒരു പക്ഷേ ഒരാൾ നമ്മളെന്ന് ചീത്ത വിളിച്ചോ അല്ലെങ്കിൽ ഒന്ന് വഴക്ക് പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ സ്വയമേ നമുക്ക് ചിന്തിക്കാം. എങ്ങനെ ചിന്തിക്കാം? അയാൾ വഴക്ക് പറഞ്ഞപ്പോൾ അയാൾ കുറച്ച് സന്തോഷമായിട്ടുണ്ടല്ലോ, അപ്പോൾ ഹാപ്പിനെസ്സാണ് ഞാൻ ഉദ്ദേശിച്ചെങ്കിൽ തീർച്ചയായിട്ടും അയാളും സന്തോഷിക്കുന്നു, ഞാനും സന്തോഷിച്ച പ്രശ്നം തീർന്നു. അപ്പോൾ അത് നമ്മളവിടെ അടിയുണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ അന്നും നമ്മൾ ചെയ്യാനിരിക്കുന്ന നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും അവിടെ കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ ഇൻറ്റീരിയേഴ്സ്, കളേഴ്സ്, ഇങ്ങനെയുള്ള ബ്യൂട്ടിഫുൾ ഐറ്റംസ് എല്ലാം തന്നെ നമ്മളുടെ ലൈഫിനെ നമ്മൾ ഒരുപാട് ബാധിക്കുന്നതാണ്. ഇതിനകത്തെ കുട്ടികളുടെ ചിരിയും ടീച്ചേഴ്സിൻ്റെ ചിരിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അവർ വളരെ എൻജോയ്മെൻറ്റ് മൂഡിലാണ്. അതുപോലെ ഇവിടെ യൂസ് ഓഫ് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ. ചില ഔട്ട്ഡേറ്റഡ്, ഇപ്പോൾ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഒരു രീതിയാണ് സോഷ്യൽ സ്റ്റഡീസിൻ്റെ പേപ്പറിനകത്ത് ഒരു ഇന്ത്യയുടെ മാപ്പ് കൊടുത്തിട്ട് അതിൽ അടയാളപ്പെടുത്തും. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ടെക്നോളജി ഒരുപാട് ചേഞ്ച് ചെയ്തു. ഇപ്പോൾ നമുക്കൊരു പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് വരേണ്ട ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ഗൂഗിൾ എർത്തോ ഗൂഗിൾ മാപ്പോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്ഥലം പോലും നമുക്ക് എടുത്തിട്ട് അതിൻ്റെ മോണമെൻറ്റും അതിൻ്റെ ഡിസ്റ്റൻസും മറ്റു കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ഒരു കണക്ഷൻ കൂടി സിലബസിനകത്തോടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതിനാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. മറ്റ് സബ്ജക്റ്റുമായിട്ട് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറയാം. ഇനി അടുത്തെന്ന് വെച്ചാൽ സ്പെസിഫിക് ആയിട്ട് നമുക്ക് കുട്ടി, ഇപ്പോൾ നമ്മളിപ്പോൾ മൈക്കലാഞ്ചലോ എന്ന് അടിച്ചാൽ ഒരുപക്ഷെ നമ്മൾ ചെന്ന് എത്തുന്നത് വേറെ ഏതെങ്കിലും ഒരു വീട്ടിൻ്റെ പേരിലോട്ടോ മൈക്കലാഞ്ചലോട്ടോ വീടോ അല്ലെങ്കിൽ ഏതെങ്കിലും പോൺ സൈറ്റിലോട്ടൊക്കെ കുട്ടികളെ കൊണ്ടുപോകത്തക്ക രീതിയിൽ കൂടെ അവർ അത്തരത്തിൽ പേര് കൊടുത്തിട്ടായിരിക്കും പല ഇമ്പോർട്ടൻ്റ് ആയിട്ട് നെയിം മിസ്യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ജേർണി നമ്മൾ മൾട്ടിമീഡിയയിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഇൻ്റർനെറ്റിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ റെഫർ ചെയ്യാൻ കൊടുക്കുമ്പോൾ QR കോഡ് വഴി കൊടുക്കണം എന്ന് പറഞ്ഞു. ഈ QR കോഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രീ ആയിട്ട് ധാരാളം ആപ്പുണ്ട്. നിങ്ങൾ വെറുതെ QR കോഡ് ജനറേഷൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സോഫ്റ്റ്വെയർ കിട്ടും, ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. അത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ പേരും അഡ്രസ്സൊക്കെ ടൈപ്പ് ചെയ്തൊരു ജനറേറ്റ് QR കോഡൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ QR കോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി വീണ്ടും നമുക്ക് ഓഡിയോ റെക്കോർഡിങ്ങിനൊക്കെ നമുക്ക് വേണ്ടുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഒഡാസിറ്റി എന്നൊക്കെ പറയുന്നത്. ആൻഡ്രോയിഡിനുണ്ട് ലെക്സിസ് ഓഡിയോ. കുറച്ചുകൂടെ പേയ്മെൻ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അഡോബ് ഓഡിയോ, സൗണ്ട് നല്ല രീതിയിൽ
റെക്കോർഡ് ചെയ്തിട്ട് അത് നമുക്ക് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ പ്രസൻറ്റേഷനിലോ വീഡിയോയിലോ ക്ലാസ്സിലോ ഒക്കെ ഉപയോഗിക്കാമെന്നുള്ള നമുക്ക് ടെക്നോളജി ഈ സമയത്ത് വേണം. അത്യാവശ്യം നല്ല രീതിയിൽ സൗണ്ട് ഇപ്പോൾ എൻ്റെ ആർട്ട് റൂമിൽ ഞാനൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ കൂടി അതിൻ്റെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും എല്ലാം വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മളുടെ ഇനിയുള്ള എഡ്യൂക്കേഷനിൽ ഒരിക്കലും ഓഡിയോ എഡിറ്റിങ്ങിൻ്റെ പോസിബിലിറ്റീസ് ഉപയോഗിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണം. അത് എങ്ങനെ എഡിറ്റ് ചെയ്യുന്നു, എങ്ങനെ അതിനെ മിക്സ് ചെയ്യുന്നു, എങ്ങനെ മെർജ് ചെയ്യുന്നു, എങ്ങനെ ഒരു സൗണ്ട് ഡിസൈൻ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാം. ഇനി അടുത്ത് ഇ ബുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ഒരുപാട് സോഫ്റ്റ്വെയറിനകത്ത് ഇപ്പം പേജ് മേക്കറും മറ്റിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങൾക്കൊരു ഇ ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനിൽ തന്നെ ഒരു ബുക്കിൻ്റെ സൈസിലേക്ക് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഫയൽ ന്യൂ കഴിഞ്ഞ് ഡിസൈൻ എടുത്തിട്ട് നിങ്ങൾ ഇതേ ആപ്ലിക്കേഷൻ ചെയ്ത് നോക്കുക. സ്ലൈഡ്സിൽ കസ്റ്റം സൈഡിൽ പോയിട്ട് A4 എന്നാക്കും. അപ്പോൾ പോർട്രേറ്റ് നിന്ന് വെർട്ടിക്കലായിട്ട് കിട്ടും. അതിനകത്ത് നമുക്ക് സാധാരണ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ചെയ്യുന്ന പോലെ തന്നെ പ്രസൻറ്റേഷൻ ചെയ്തിട്ട് അതിനെ സേവ് ആസ് PDF എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഇ ബുക്കായിട്ട് ഷെയർ ചെയ്ത് വേറെ കൊടുക്കും. അപ്പോൾ കുട്ടികൾക്ക് നോട്ട്സൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടേതായ രീതിയിലുള്ള ഫോംസും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങളും കൂടെ ചേർത്തിട്ട് അവർക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഒരു ട്രഡീഷണൽ ഔട്ട്പുട്ടിൽ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെയാണ്, അതുകൊണ്ട് അതിൻ്റെ കംപ്ലീറ്റ് നോട്ടും അതേപടി ആവർത്തിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഔട്ട്കം ബേസ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റി, ക്ലാസ് റൂം കണക്റ്റിംഗ് ടു ദി സൊസൈറ്റി ആൻഡ് ഫ്യൂച്ചർ, ഇങ്ങനെ ഒരു 2 ടൈമും കൂടെ നിങ്ങൾ ആഡ് ചെയ്യുക. അതുപോലെ ഏതൊക്കെ തരത്തിൽ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അതുപോലെ ഇപ്പം ഈ ഒരു ചിത്രം നമ്മൾ നോക്കുക. ഇമേജസ് ക്യാൻ ക്രിയേറ്റ് മെമ്മറബിൾ, നമുക്ക് വളരെ മനസ്സിന് ഇഷ്ടം തോന്നുന്ന രീതിയിലൊരു ഇമേജിനെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റും. ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മറന്നുപോയാലും ഈ ഒരു സൂര്യകാന്തി പൂവിൻ്റെ ചിത്രം നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു, ഇടയ്ക്ക് എപ്പോഴോ കാണിക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഇമേജിന് അത്രമാത്രം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇത് ആർട്ട് ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചിന് ക്യാമ്പസ് ബ്യൂട്ടിഫിക്കേഷനിൽ ഞാൻ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ രീതിയിൽ 2-3 സ്കൂളിൽ, ഒന്ന് ഗോവയിലാണ്, ഒന്ന് ആലപ്പുഴയാണ്, ഒന്ന് ട്രിവാൻഡ്രത്താണ്. അവസാനത്തെ ട്രിവാൻഡ്രത്താണ്, നടുക്കുള്ളത് ഗോവയിലാണ്. അപ്പോൾ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ സബ്ജക്റ്റിൽ പല സ്ഥലങ്ങളിൽ പല തരത്തിലുള്ള ശില്പങ്ങൾ, സിമൻറ്റ് ശില്പങ്ങൾ കുട്ടികളുമായിട്ട് ചേർന്നിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് ആർട്ട് എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ ഒരു ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് അവർ കൂടുതൽ അവെയർ ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ട്രീറ്റ് നമ്മൾ എടുക്കുക. ഇനി only a learner can share the knowledge, so try to delete the word teacher and believe that we are learning together. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എന്താ പറയുക, നമുക്കൊരു പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ പഠിച്ച ഒരു പുതിയ വിവരങ്ങൾ വേറൊരാൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ റെഫർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വേറൊരാൾക്കൊന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളെപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒന്നിച്ച് പഠിക്കുക. ഒരു കുട്ടി 6ാം ക്ലാസ്സിലെ കുട്ടി ചിലപ്പോൾ ഒരു പുതിയ ആപ്പ് കണ്ടു, ടീച്ചർ ഇങ്ങനെ നിനക്ക് അതിനൊക്കെ കൂടുതൽ അറിയാം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവും. പല കുട്ടികൾക്കും ഇന്നത്തെ ടീച്ചിങ് കമ്മ്യൂണിറ്റി ഉള്ളതിനേക്കാൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളും, കാര്യം അവരുടെ ഒരു പ്ലേയിങ് ടൂളാണ്. മൊബൈൽ ആപ്സ്, ആൻഡ്രോയിഡ് ആപ്സ്, അല്ലെ ട്വിറ്റർ, ഇങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ, ഇൻസ്റ്റാഗ്രാമൊക്കെ നിങ്ങളുടെ പ്ലേയിങ് ടൂളാണ്. ഒരു ടീച്ചറുടെ കാലഘട്ടത്തിൽ അതൊന്നും ആയിരിക്കില്ല. അപ്പോൾ ഈ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾ കുട്ടികളോടൊപ്പം തന്നെ മൂവ് ചെയ്യാനായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടും അപ്ഡേറ്റ് ചെയ്യാനും നോക്കുക. അതുപോലെ തന്നെ നൗ ഇറ്റ് ഈസ് യുവർ ടേൺ ടു തിങ്ക്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ബേസിൽ നിങ്ങൾ ചിന്തിക്കണം എക്സാക്ട്ലി വാട്ട് യു ആർ. നിങ്ങൾ ആരാണ്, നിങ്ങളുടെ കപ്പാസിറ്റി എന്താണ്, വാട്ട് ഈസ് വിത്തിൻ, നിങ്ങളുടെ ഉള്ളിലുള്ള ക്രിയേറ്റീവ് ഇൻസൈറ്റ്, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, ഏതൊക്കെ കാര്യങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ ദിസ് ഇൻസൈറ്റ് മേ ഹെൽപ്പ് യു ടു അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് ലേണിംഗ് കൺസെപ്റ്റ് ഓഫ് ഫ്യൂച്ചർ നീഡ്സ്. എന്താണ് ഫ്യൂച്ചർ നീഡ്, ഫ്യൂച്ചർ എന്തൊക്കെ ഡിമാൻഡ് ചെയ്യുന്നു, ആ ഇതിലേക്കാണ് NEP എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലുള്ളൊരു മേജർ ചേഞ്ച് അതാണ്. അതിനുശേഷം പിന്നെ നമ്മളിപ്പോൾ പ്രസൻറ്റ് മോഡ് ഓഫ് ടീച്ചിങ്. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഇത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ ഓൾഡ് കൺസെപ്റ്റിനകത്ത് പ്രീ നോളജും കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടും ടെക്നോളജിയും പ്രോബ്ലം സോൾവിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ട് ന്യൂ കൺസെപ്റ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അത് മാത്രമല്ല വരിക, എന്തൊക്കെയാണ് ചെയ്ത്, ഇപ്പോൾ 2 ഞാൻ ഒരുപോലെ കൊടുത്ത് ഞാൻ ചേഞ്ച് ചെയ്യാൻ മറന്നുപോയതാണ്. ന്യൂ കൺസെപ്റ്റിനകത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യുക, ഓൾഡിനകത്ത് നമുക്ക് ടെക്സ്റ്റ് ബുക്ക്, ലൈബ്രറി, സ്കൂളും മാത്രമേ ഉള്ളൂ. പുതിയ ടെക്നോളജി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് ഗൂഗിളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസും അല്ലെങ്കിൽ വെബിനാർസ്, ന്യൂസ് പേപ്പർ, TV, ഇൻ്റർനെറ്റ്, വൈഫൈ, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, ഇങ്ങനെയുള്ള ഒരുപാട് ടേംസ് പുതിയ കൺസെപ്റ്റിലേക്ക് വന്നു. കൊളാബറേറ്റീവ് ലേണിംഗ്, ഡിജിറ്റൽ ടൂൾസൊക്കെ ഉണ്ട്. പണ്ടതില്ല. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് പോകുന്ന ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ ബ്ലെൻഡഡ് ലേണിംഗ്, ഫേസ് ടു ഫേസ് ലേണിങ്ങും വേണം, അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ മോഡും നമുക്ക് ഒന്നിച്ച് കൊണ്ടുവന്ന ഒരു രീതിയാണ് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടെക്നോളജി കനോട്ട് ഇറൈസ് ദി കൺസെപ്റ്റ് ഓഫ് ഗുരു.
അപ്പോൾ ഈ ടെക്നോളജിക്ക് ഒരിക്കലും ഈ ഗുരു എന്ന് പറയുന്ന അല്ലെങ്കിൽ ടീച്ചർ അല്ലെങ്കിൽ ഒരു ഗൈഡ് എന്ന് പറയുന്ന സാധനം ഇറേസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും ടെക്നോളജി നമ്മൾ പ്രോഗ്രാം ചെയ്ത മോഡിലേ പോവുള്ളൂ. ഡയറക്റ്റായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് സൊല്യൂഷൻ കിട്ടുന്നത് വളരെ ക്വിക്കായിരിക്കും, വളരെ മൊമെൻ്ററി ആയിരിക്കും. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇനി ഇതിനകത്ത് എന്താണ് തിങ്ക് ഡിഫറെൻ്റ് എന്ന് ഞാനൊരു സാധനം പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ സാധാരണ പൊതുവെ ടീച്ചേഴ്സിൻ്റെയും കുട്ടികളുടെ ഇടയിലുണ്ടായത് നമ്മൾ എന്താണ് പെഡഗോഗി, എന്താണ്, എങ്ങനെയാണ് ഒരു ടീച്ചിങ് ലെസൺ പ്ലാൻ ഉണ്ടാക്കുക. അപ്പോൾ അതിന് മുമ്പ് വരെ നമ്മൾ അറിയണം ഏത് ക്ലാസ്സിലേക്കാണ് ഇപ്പോൾ നോ യുവർ ലേണർ. അവിടെ പഠിക്കാൻ വന്ന കുട്ടികൾ ഏതൊക്കെ തരത്തിൽ കുസൃതിക്കാരാണോ, ക്ലാസ്സിൽ ഇരിക്കുമോ. ഒരു 45 മിനിറ്റ്സ് ക്ലാസ്സിനകത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ 45 മിനിറ്റിൻ്റെയും മെറ്റീരിയലും കൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ ആദ്യത്തെ ആ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു ഹാങ് ഓവറിലായിരിക്കും നമ്മൾ ചെല്ലുന്ന ഒരു 5 മിനിറ്റ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഐസ് ബ്രേക്കിംഗ്, ചിലപ്പോൾ ഒരു പാട്ട് പാടാനോ കൈയടിക്കാനോ ഒരു ബർത്ത്ഡേ അല്ലെ വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം, അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ അടി കിട്ടിയോ, എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ ചോദിച്ചിട്ട് ആ കുട്ടികളുടെ മൈൻഡിനെ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ഏത് തരത്തിലുള്ളൊരു ആക്ടിവിറ്റി കൂടാണ് ആ കുട്ടികളെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കൊണ്ടുവരിക. അത് ചിലപ്പോൾ നാട്ടിലൊരു കഥയായിരിക്കാം, അല്ലെങ്കിൽ അന്നത്തെ ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള ഒരു സ്റ്റോറി ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്കറിയാവുന്ന ഏതെങ്കിലും ഉത്സവം അല്ലെങ്കിൽ ഇതുമായിട്ട് നാട്ടിൽ ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം. അതുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തൊരു ടോപ്പിക്കിലേക്ക് അവരറിയാതെ അവരെ ക്ലാസ് റൂമിലേക്ക് നമ്മൾ സൊസൈറ്റിയായിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുപോകുക. അപ്പോൾ ഇൻ്റഗ്രേറ്റ് യുവർ ടോപ്പിക് ടു അതർ സബ്ജക്റ്റ് ഏരിയാസ് ആൻഡ് കണക്ട് യുവർ ക്ലാസ് റൂം ടു ദി സൊസൈറ്റി. അതുപോലെ ആക്ടിവിറ്റി ക്യാൻ ബി പ്ലാൻ ടു സോൾവ് ദി ക്രിട്ടിക്കൽ ഇഷ്യൂസ് റിലേറ്റഡ് ടു ദി ലെസൺ. നമ്മൾ ആ ആക്ടിവിറ്റീസ്, നമ്മൾ ഓരോ കാര്യങ്ങൾ കുട്ടിയോട് ചോദ്യം ചോദിക്കുമ്പോഴും അവരുടെ മറുപടിയും ഒക്കെ ഈ ഇഷ്യൂസിൻ്റെ സൊല്യൂഷൻ ഇൻട്രാക്റ്റീവ് സെക്ഷൻ ആയിരിക്കണം. നമ്മൾ ഓൺ സൈഡ് പറഞ്ഞു പോകുന്നതല്ലാതെ തന്നെ അവരുടെ കയ്യിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടാൻ വേണ്ടിയും കൂടെ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു ഡിസ്കഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്കം, എൻഷുവർ ദാറ്റ് ദി എക്സ്പെക്റ്റഡ് ഔട്ട്കം ഈസ് അച്ചീവ്ഡ് ഓർ നോട്ട്. പലപ്പോഴും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് അച്ചീവ് ചെയ്തിട്ടുണ്ടോ, നമ്മൾ ഉദ്ദേശിച്ചതാണോ ഔട്ട്കം, അവരതിനകത്ത് ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതിനെ ഒരു മോഡറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇന്നതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു വരണം. അപ്പോൾ ഇത് പെഡഗോഗി ക്യാൻ ബി പ്രിപ്പയർഡ് ഹോളിസ്റ്റിക്കലി. എന്താ ഈ ഹോളിസ്റ്റിക്കലി എന്ന് പറഞ്ഞ് പലപ്പോഴും ഞാൻ എൻ്റെ മോളൊക്കെ നിങ്ങളുടെ അവിടെ നിന്ന് വരുന്ന കുട്ടികളൊക്കെ രാത്രിയിൽ ബി.എഡിനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇപ്രാവശ്യം ഇതേ വിവരം തന്നെ അവിടെ NCTയിൽ ചെന്നപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്. അതായത് ലേറ്റ് നൈറ്റിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിക്ക് അല്ലെ ഒരു പ്രോജക്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് നമുക്ക് ഹോളിസ്റ്റിക് എന്നുള്ള വേർഡ് ഒരിക്കലും അവിടെ ആപ്റ്റല്ല. കാരണം പഠിത്തത്തോട് തന്നെ ആ കുട്ടിക്കൊരു എന്താ പറയുക, അതിൻ്റെ ഉറക്കത്തിനെ അതിൻ്റെ ട്യൂണിനെ ഒക്കെ മാറ്റിക്കൊണ്ടായിരിക്കാം നമുക്ക് ചിലപ്പോൾ അങ്ങനെയല്ല പ്രോജക്റ്റോ അല്ലെ കാര്യങ്ങളോ കൊടുക്കേണ്ടത്. ആ കുട്ടിക്ക് വളരെ ലൈഫ് ലോങ് അതിന് പഠിക്കാനുണ്ടാകുന്ന ഒരു സാവകാശം, അത് ടൈം ബൗണ്ടായിരിക്കണം. പക്ഷേ ആ സാവകാശത്തോടു കൂടി തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പെഡഗോഗിക് അപ്രോച്ച് ആയിരിക്കണം നമ്മൾ ശരിക്കും ടൈം ബൗണ്ടായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഡോണ്ട് ഫോർഗെറ്റ് ടു യൂസ് അപ്രോപ്രിയേറ്റ് ICT ടൂൾസ്. എന്താണ് ICT? ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ടൂൾസ്. ഏതൊക്കെ തരത്തിലുള്ള മീഡിയാസാണ് അല്ലെ ഏതൊക്കെ തരത്തിലുള്ള ടെക്നോളജിയാണ് അത്. ചിലപ്പോൾ എന്തെങ്കിലും ICT എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ല ഉദ്ദേശിക്കുക. കാര്യം അതിനകത്ത് ഒരുപാട് ആക്ടിവിറ്റീസുമായിട്ട് കണക്റ്റഡ് ആണ്. ഒരു സ്ഥലം കൊണ്ട് കാണിക്കാം, അല്ലെങ്കിൽ ഒരു പ്ലാന്റ്സിനെയൊക്കെ പരിചയപ്പെടുത്താനാണ് നമുക്ക് പുറത്ത് പോകാം. പ്ലാസ്റ്റിക് പൊള്യൂഷനെ കുറിച്ചാണെങ്കിൽ അതൊരു ആക്ടിവിറ്റി ആക്കി എടുക്കാം. സമൂഹമായിട്ട് ഈ ടെക്നോളജി എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒരു ഇതാണെന്ന് ഒരിക്കലും കരുതരുത്. ടെക്നോളജി ടു കണക്ട് ദി ഫ്യൂച്ചർ നീഡ്സ് ആൻഡ് ലിങ്ക് ടു റെഫറൻസ്. ഇപ്പോൾ എന്താ ഈ ലിങ്ക് ഫോർ റെഫറൻസ്? ആ പറയുന്ന കാര്യത്തിൻ്റെ വരുംവരായികൾ എന്തൊക്കെയാണ്, അതിൻ്റെ സൊല്യൂഷൻ എന്തൊക്കെയാണ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കുട്ടി കുറച്ച് അന്വേഷണം നടത്താനുള്ള ഇന്നടുത്ത് കിട്ടും, ഇന്ന ലൈബ്രറിയിലുണ്ട്, അല്ലെ ഈ കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് പേപ്പറിൽ ഇതിനെക്കുറിച്ചൊരു ആർട്ടിക്കിളുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ലിങ്കും കൂടെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കണം. അപ്പോൾ ഹോപ്പ് എവരി വൺ ക്യാൻ ബിക്കം എ ഫ്രണ്ട്ലി ടീച്ചർ. ഫോർ ദാറ്റ് വി നീഡ് ടു ബി എ ഗുഡ് ലേണർ ആൻഡ് ഷെയർ യുവർ എക്സ്പീരിയൻസ് വിത്ത് ന്യൂ ലേണർ. എന്താ ഈ ന്യൂ ലേണേഴ്സ് എന്ന് പറഞ്ഞ് നമ്മളൊരിക്കലും സ്റ്റുഡൻസ് എന്ന് പറയേണ്ട കാര്യമില്ല. നമ്മൾ കുറച്ച് മുമ്പേ പഠിച്ചു പോയി. ഇപ്പോൾ നിങ്ങളുടെ കാര്യം പറയുന്ന പോലെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഒരു ടീച്ചിങ്, എൻ്റെ ഒരു ടീച്ചിങ് ടെന്യൂറിൽ ഇങ്ങനെ പഠിച്ചു വന്നു. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയുന്നു. നിങ്ങൾ ഇതിന് കുറച്ചുകൂടെ വൈഡായിട്ട് കുറേ കൂടെ വളരെ വലിയ ഒരു നിലവാരത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു സ്റ്റെപ്പാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ നിങ്ങൾക്ക് തരാം. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ലെഫ്റ്റ് സൈഡിൽ ഞാനൊരു പെയിൻറ്റിങ്, വളരെ കളർഫുൾ ആയിട്ടുള്ളൊരു പെയിൻറ്റിങ് ശ്രദ്ധിച്ചാൽ അറിയാം. കോവിഡ്, എന്താ ഫാഷൻ ആഫ്റ്റർ കോവിഡ് എന്ന് പറഞ്ഞു. ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് ഞാൻ ധരിച്ചിരുന്ന ഇനി ആരും ഈ മാസ്ക് ഊരിയിട്ട് നടക്കാൻ സാധ്യതയില്ല. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ആകെ അവശേഷിക്കുന്ന മുടിയും ചെവിയും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഫാഷൻ കാണിക്കാമെന്നായിരിക്കാം ഒരു പക്ഷേ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഫാഷൻ എന്ന് വിചാരിച്ചിട്ടൊരു പെയിൻറ്റിങ് ചെയ്തതാണ്. അപ്പോൾ തലയിൽ
കോഴിപ്പൂവിൻ്റെ കൂട്ടൊരു 3-4-5 ഒരു 6-7 കളറിലുള്ള കളർ ഡൈയും ഒക്കെ ഉപയോഗിച്ചിട്ട് മാസ്കും ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൺസെപ്റ്റിൽ ചെയ്തൊരു പെയിൻറ്റിങ്ങാണ്. അപ്പോൾ നമ്മൾ കാലഘട്ടത്തിൽ മാറുന്ന രീതി അനുസരിച്ചിട്ട് ഫോംസും നമ്മുടെ കൺസെപ്റ്റുകളും ടീച്ചിങ് മോഡ്യൂൾസും ഒക്കെ റീഡിസൈൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഓർപ്പിക്കുന്നത്. ടീച്ചർ എന്നുള്ള വേർഡ് ഇറൈസ് ചെയ്യുന്നുണ്ട്. ലേണർ ക്യാൻ ചേഞ്ച് ദി വിഷൻ ഓഫ് ഫ്യൂച്ചർ ഇന്ത്യ. ഒരു കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരാൾക്ക് മാത്രമേ നമുക്കൊരു വിഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. സോ നമ്മളെന്താ ചെയ്യേണ്ടത്? ഓരോ ദിവസവും അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഇനിയിപ്പോൾ എന്താണ് 21st സെഞ്ച്വറി ലേണിംഗ്. ആൾവേസ് നമ്മളെല്ലാവരും ഭയങ്കര ബിസിയാണ്, ഏത് സമയത്തും ബിസി. എങ്ങനെ ബിസി ചിലപ്പോൾ ഫേസ്ബുക്കിലും ട്വിറ്ററിലും വാട്സപ്പിലും ഒക്കെ നോക്കിയിരുന്ന് ഉള്ള ബിസി ആയിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ അങ്ങനെയുള്ളൊരു ബിസി അല്ല പറയാം. നമ്മളൊരു പക്ഷേ വീട്ടിൽ പല കാര്യങ്ങൾ, കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വരും, തുണി കഴുകേണ്ടി വരും, അല്ലെങ്കിൽ ഒരു മരം നട്ടുപിടിപ്പിക്കേണ്ടതായിട്ട്, ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനുണ്ട്. വെറുതെ സ്ഥലം ചുറ്റിക്കാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം ഫോക്കസ് ചെയ്യാതെ, വീട്ടിൻ്റെ മതിലുകൾക്കുള്ളിൽ മാത്രം ഇരിക്കാതെ സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കേണ്ടി വരുമ്പോഴാണ് നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ പലപ്പോഴും പ്രൂവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കൂടുതൽ. അപ്പോൾ ബാക്കിയുള്ള നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ ഞാനെന്താ പറയുക, വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത്രയൊരു സാധനത്തിനകത്ത് നിങ്ങൾ അടുത്ത് ചിന്തിക്കുക. അപ്പോൾ അടുത്തെന്താണ്, ഞാനൊരു വലിയ തെറ്റിദ്ധാരണയാണ് നിങ്ങൾ ഉണ്ടാക്കിയത്. എന്താണ്? സോറി. എന്തിനാണ് സോറി പറഞ്ഞത്? ഡു നോട്ട് യൂസ് ദി ഡിജിറ്റൽ ടൂൾസ്. നിങ്ങൾ ട്വിറ്ററോ വാട്സപ്പോ ഫേസ്ബുക്കോ ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല, യൂട്യൂബ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഒരു കണ്ടീഷൻ മാത്രമേ പറയുന്നുള്ളൂ, കുറച്ചൊന്ന് മിനിമൈസ് ചെയ്യണം. നമ്മുടെ ഇന്നത്തെ കുട്ടികൾ നമുക്ക് വേണ്ട എന്നല്ല, ഡിജിറ്റൽ മീഡിയാസ് വേണ്ട എന്നല്ല, ഒരു വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രം ഇത് മൊബൈൽസും അല്ലെങ്കിൽ ഡിജിറ്റൽ സ്ക്രീൻസും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാക്ടീസ് നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. കാരണം ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറ്റുക, നമുക്ക് ICT ടൂൾസ് ഉപയോഗിക്കുമ്പോഴോ ആപ്സ് ഉപയോഗിക്കുമ്പോഴോ വളരെ പെട്ടെന്ന് പല കാര്യങ്ങളും, ഇപ്പോൾ ഫോട്ടോ റീടച്ച് ചെയ്യാൻ രമണി പോലുള്ള ആപ്സുകളുണ്ട്, ChatGPT ഉണ്ട്, നമുക്ക് എന്ത് കാര്യങ്ങളും കവിത വരെ എഴുതി തരുന്ന ChatGPT ഉണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്വയമേ ഒരു പ്രകൃതിയെ കണ്ടിട്ട്, ഒരു മഴയെ കണ്ടിട്ട് മഴയെക്കുറിച്ചൊരു കവിത എഴുതുക എന്ന് പറയുന്നതിന് പകരം ChatGPTയോട് റൈറ്റ് എ പോയം അബൌട്ട് റെയിൻ ചോദിച്ചാൽ അത് ഭംഗിയായിട്ട് എഴുതി തരും. ആരെങ്കിലുമൊക്കെ എഴുതുന്ന കുറേ മഴയുടെ ലൈൻസ് എല്ലാം കൂടെ ചേർത്ത് കൂട്ടി വെച്ചിട്ട് ഒരു നല്ല കവിത ഉണ്ടാക്കി തരും. പക്ഷേ നമ്മൾ എഴുതുന്ന കവിതയുടെ ഭാവമോ ജീവനോ അതിനുണ്ടാവണമെന്നില്ല. അപ്പം തീർച്ചയായിട്ടും നമ്മളുടെ സോളിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ക്രിയേറ്റിവിറ്റി എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യുക അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാ സമയത്തും ആലോചിക്കുക, നമ്മളിങ്ങനെ ഒരുപാട് ഡിജിറ്റൽ സോഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളുടെ തന്നെ ക്രിയേറ്റിവിറ്റിയും ബ്രെയിൻ പവറിനെയൊക്കെ അത് സ്പീഡ് ഡൗൺ ചെയ്യും, റെഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ആക്കി എടുക്കില്ല. അപ്പം ഇത് മാത്രമേ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളൂ. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, ഞാൻ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്നൊന്ന് ഷെയർ ചെയ്തു. അപ്പോൾ ഈ ഷെയർ ചെയ്ത വിവരങ്ങൾ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് തിരിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്യാമറ ഓൺ ചെയ്തിട്ട് നിങ്ങളുടെ സംശയങ്ങൾ പറഞ്ഞാൽ, എനിക്കറിയാവുന്ന ചില കാര്യങ്ങളാണെങ്കിൽ ഞാൻ അതിന് വ്യക്തമായിട്ടുള്ളൊരു മറുപടി തരാം. അതല്ല നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ പുതുമ, ഞാൻ പറഞ്ഞതിനകത്ത് യോജിക്കാൻ കഴിയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു ഡിബേറ്റായിട്ടും ഈ സമയത്ത് വയ്ക്കാം. അതുകൊണ്ട് സംസാരിക്കുന്നവർ തീർച്ചയായിട്ടും അവർ ഓൺ ചെയ്തിട്ട് ഒന്ന് പിൻ ചെയ്തിട്ട് സംസാരിക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ വളരെ ബ്രീഫായിട്ട് ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങളിലേക്ക് എത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ എൻ്റെ സർവീസിൽ ഞാൻ ഒരിക്കലും ഒരു അവാർഡിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളൊരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻറ്റ് വേണ്ടിയിട്ടോ ഒരു ടീച്ചിങ് പ്രൊഫഷൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഈ അടുത്തിടയ്ക്കും ഞാൻ ബിസ്മിലാനിയിലെ റിസോഴ്സ് പേഴ്സണായിട്ടും അതേപോലെ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് മാത്സിൻ്റെയും സയൻസിൻ്റെയും ഒക്കെ ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ് പ്രിൻസിപ്പിൾസും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ 30 സ്കൂൾസ് കണക്ട് ചെയ്യുന്ന സ്കൂൾസിൻ്റെ പ്രിൻസിപ്പിൾസാണ്. അപ്പോൾ അവർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ എനിക്ക് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, എൻ്റെ ഈ ഒരു പ്രാക്ടിക്കൽ ലൈഫിൽ നിന്ന് അല്ലെ സമൂഹമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഞാൻ കലയും മറ്റേ ഇൻ്റഗ്രേറ്റ് ചെയ്യാനും ഒരു കൂട്ടായ പ്രവർത്തനം നടന്നതിനകത്ത് വന്നിട്ടുള്ള റിവാർഡുകളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ടീച്ചർക്ക് ഏത് ലോ ഏരിയയിൽ എൻഡിൽ നിന്നുകൊണ്ടായാലും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എത്ര വലിയ ഹൈറ്റ്സിലും നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. കാര്യം ഞാൻ ഈ 2 ദിവസത്തിന് മുമ്പും ഞാൻ ഇവിടെ ഒരു സ്കൂളിൽ വെട്ടിക്കവല ഗവൺമെൻറ് മോഡൽ HSL സ്കൂളിൽ ഈ ഹാൻഡിക്യാപ്ഡ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളിങ്ങനെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു വിദ്യാലയത്തിൻ്റെ ഒരു ഭാഗം ഡെവലപ്പ് ചെയ്യുന്നതിന് അതിന് ഇൻറ്റീരിയർ വർക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. ഇപ്പോൾ നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ രംഗങ്ങളിലും പരമാവധി പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരുടെ ഇടയിൽ കൂടെ നമുക്ക് മാതൃകയായിട്ടല്ല ഞാൻ സംതിങ് ആണ് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് ഒന്ന് സംസാരിക്കുക. അല്ല ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും മനസ്സിലാവുണ്ടെങ്കിൽ ആ കാര്യങ്ങളെക്കുറിച്ചിട്ട് പറയുക. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാം. ഇത്രയുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. വളരെ നിങ്ങൾക്ക് കൂടുതൽ മദർ ടങ്ങിൽ തന്നെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിൻ്റെ ഒരു മോഡ് തന്നെ വളരെ മലയാളത്തിൻ്റെ രീതിയിൽ തന്നെ അറിയാവുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ മോഡിൽ തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ നിങ്ങൾ എന്ത് പറയുന്നു? നിങ്ങളുടെ ഈ ഔട്ട്ലുക്കിൽ ഒരു ഭാവിയിലൊരു ടീച്ചർ ഏതൊക്കെ രീതിയിൽ സക്സസ് ആവാൻ പറ്റും, അല്ലെ എങ്ങനെയൊക്കെ ലെസൺ നിങ്ങൾക്ക് ഫ്രെയിം ചെയ്യാം, ഇങ്ങനെയൊക്കെയുള്ളൊരു കാഴ്ചപ്പാടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ പ്രസൻറ്റേഷൻ ഞാൻ നിങ്ങൾക്കൊന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ മൊബൈലിലൊക്കെ നോക്കുമ്പോൾ കിട്ടില്ലായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ പിന്നീട് നോക്കി എന്തെങ്കിലുമൊക്കെ ക്ലാരിഫിക്കേഷൻ നിങ്ങളുടേതായ ലെവലിൽ അപ്ഡേഷനും കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും നിങ്ങളുടേതായ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഞാനിപ്പം വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ചെന്നിത്തല നവോദയ വിദ്യാലയയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു 2008 മുതൽ NCERT-യിൽ കരിക്കുലം കമ്മിറ്റി ആയിട്ടും ആർട്ടിൻ്റെ മാസ്റ്റർ ട്രെയിനി ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ റിസോഴ്സ് പേഴ്സണായിട്ട് പോകുന്നുണ്ട്. അതുപോലെ നവോദയ ലീഡർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നവോദയ ടീച്ചേഴ്സിന് തന്നെ പല അവസരങ്ങളിലും ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് റിസോഴ്സ് പേഴ്സണായിട്ട് പോകാറുണ്ട്. സ്റ്റേറ്റ് സ്കൂളിൽ TTA B.Ed കോളേജ്, അതുപോലെ പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജ്, ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളിൽ പലപ്പോഴായിട്ട് പല അവസരങ്ങളിൽ ഇന്ത്യയിലും പുറത്തുമായിട്ടുള്ള സ്ഥലങ്ങളിൽ ക്ലാസ് ഓൺലൈനായിട്ടും അല്ലാതെയൊക്കെ എടുക്കാനും കാണാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് പൊതുവേ നമ്മളുടെ ആ ഒരു എഡ്യൂക്കേഷൻ എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഷോർട്ട് കട്ടായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചത്. അതുപോലെ ഈ കഴിഞ്ഞ 3rd ആനിവേഴ്സറിക്കും ഈ പറയുന്ന ഭാരത മണ്ഡപത്തിൽ വെച്ചുള്ളൊരു ഷോയിലും ഏറ്റവും കൂടുതൽ സ്കിൽ എഡ്യൂക്കേഷനാണ് നമ്മളിപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ അറിഞ്ഞ് പഠിക്കും. സാർ ഗുഡ് ഈവനിങ് സാർ. സാർ ഞാനൊരു B.Ed കോളേജിലെ ടീച്ചറാണ് കേട്ടോ. ഐ എം വർക്കിംഗ് ആസ് എ ടീച്ചർ എഡ്യൂക്കേറ്റർ ഇൻ വൺ ഓഫ് B.Ed കോളേജ് അറ്റ് കൊല്ലം ഡിസ്ട്രിക്ട്. സാർ എൻ്റെ ഒരു സംശയമാണ്. നമ്മൾ CBSE സ്കൂളുകളിൽ ഇപ്പൊ ആർട്ട് ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് നേരത്തെ NCERT വഴി കൊടുത്തു തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ് സ്കൂളുകളിൽ ഇതിന്റെ സ്കോപ്പ് എന്താണ്? അതായത് ഇപ്പോൾ ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ? അതെ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്റ്റേറ്റ് സ്കൂളിലും ആർട്ട് എഡ്യൂക്കേഷൻ കമ്പൽസറി ആക്കിക്കൊണ്ട് തന്നെ ഓർഡർ നേരത്തെ ഇട്ടിരുന്നു. ഇപ്പോൾ കേരള സ്റ്റേറ്റിൻ്റെ ഗതി അല്ല മറ്റ് പല സ്കൂളിലും ഉള്ളത്. ഇപ്പോൾ ഡൽഹിയിലും കൽക്കട്ടയിലും അല്ലെങ്കിൽ ഗുജറാത്തിലും ഒക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ആർട്ട് എഡ്യൂക്കേഷൻ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്ക് വഴി വെച്ച് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും വളരെ കമ്പൽസറി ആയിട്ട് ഏറ്റവും അവസാനം വന്ന ഒരു അറിവനുസരിച്ച് മറ്റുള്ള സബ്ജക്റ്റ് അനുസരിച്ച് 100 hours ആർട്ടിന് കൊടുത്തുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് വഴി വെച്ചിട്ടാണ് 6ാം ക്ലാസ്സിൻ്റെ ഒരു രീതി പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യ മൊത്തത്തിൽ ഏകീകൃതമായിട്ടുള്ള ഒരു പഠന സമ്പ്രദായമാണ്. എല്ലാ സ്കൂളുകളിലും ആർട്ട് കമ്പൽസറി ആയിട്ടുള്ളൊരു കരിക്കുലം തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് വലിയ താമസമില്ലാതെ കേരളത്തിലും അത് ഓപ്റ്റ് ചെയ്യും. നേരത്തെ അതിനുള്ളൊരു അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ പൈസ ഇല്ലാത്തതുകൊണ്ട് പോസ്റ്റ് വരുമ്പോൾ ആ പോസ്റ്റ് അങ്ങ് അബോളിഷ് ചെയ്തിട്ട് പകരം ഒരു ടീച്ചറെ 4-5-6 സ്കൂളിൽ ഓടിച്ച് ക്ലാസ് എടുക്കുകയും അതോടൊപ്പം തന്നെ കോൺട്രാക്റ്റ് വഴി ആദ്യം 10,000-15,000 രൂപ കൊടുത്ത് പിന്നെ അതിൻ്റെ പകുതിയാക്കി ഇങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ചില ബാധ്യതകൾ ഉണ്ടായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ കാര്യങ്ങൾ മാറ്റി വെച്ചേക്കാണല്ലോ. ഒരിക്കലും ആർട്ട് എഡ്യൂക്കേഷന് ഒഴിവാക്കിയിട്ടില്ല. അപ്പോഴേ സാറ് നമ്മുടെ ബാക്കി സബ്ജക്റ്റുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് ഉപയോഗിക്കാനുള്ള സാധ്യതകൾ ഇനിയേ ഉണ്ടാവത്തുള്ളൂ. ഇതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് ഉപയോഗിക്കുക വെച്ചാൽ ഈ ആർട്ടിൻ്റെ സിലബസും ആർട്ടിൻ്റെ ഒരു കരിക്കുലം ആൾറെഡി ഉണ്ട്. ആർട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ മറ്റ് സബ്ജക്റ്റുകൾ ആർട്ടിൻ്റെ ചില ബേസിക്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു സ്കൂളിലിപ്പം ഒരു ചെറിയ മൈം അവതരിപ്പിക്കുക, അസംബ്ലി പ്രോഗ്രാമിൽ ഒരു ചെറിയ ആക്ഷൻ സോങ് അവതരിപ്പിക്കുക, ഇതൊക്കെ ആക്ടിവിറ്റീസായിട്ട് ഒരു രീതിയിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരു പപ്പറ്റ്റി ഷോ നടത്തി പ്രസൻറ്റ് ചെയ്യുമ്പോൾ കുട്ടികൾക്കത് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഒരു മാസ്ക് ഒക്കെ വെച്ചിട്ട് ഒരു ആനയും അല്ലെങ്കിൽ 2 മൃഗങ്ങളും കുറിച്ചിട്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച്, കാട്ടിൽ സ്ഥലമില്ല അല്ലെങ്കിൽ ജീവിക്കാൻ നിവൃത്തിയില്ല വെട്ടി തെളിച്ചുകൊണ്ടുള്ള ഡയലോഗ് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അത് ആ പോയിൻറ്റ്സുകളെല്ലാം നമ്മളറിയാതെ വളരെ ഡീപ്പായിട്ട് പതിയുന്ന ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു ഇമേജ് ആയിട്ട് മാറും. അതാണ് ആർട്ട് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ ആർട്ടിൻ്റെ പടം വരച്ചുകൊണ്ട് വിദ്യാഭ്യാസം നടത്തുക എന്നുള്ള രീതി കൂടെ അല്ല.
അതൊരു തെറ്റായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ആക്ടിവിറ്റി നടത്തും. ഇപ്പോൾ സ്പോർട്സ് ഇൻ്റഗ്രേറ്റഡ്, ഇപ്പോൾ നമ്മളെന്താ ഉദാഹരണത്തിന് പറഞ്ഞപ്പോൾ 1947 എന്ന് എഴുതി വെക്കുക, 1950 അങ്ങനെ എഴുതി വെക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോ സമയം ഇപ്പോൾ ഏപ്രിൽ ഫുൾ ഇങ്ങനെ 4-5 എഴുതി വെച്ചേക്കുക. എന്നിട്ട് ഈ കുട്ടിയോട് പറയാം ഒരു മ്യൂസിക് ഇട്ട് കൊടുത്തിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഈ ഗ്രൂപ്പിൽ കയറി ഒരു സർക്കിളിനകത്ത് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കസേര കളി പോലെ. അപ്പോൾ ആ കുട്ടി ഓട്ടോമാറ്റിക്കായിട്ട് 1947 പോവുക, 50 പോവുക, 1 പോവുക എന്ന് പറയുമ്പോൾ മാസമായിട്ട് പ്ലേ വേയിൽ കൂടെ തന്നെ ആ കുട്ടി ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ഞാൻ അല്ലെങ്കിൽ എന്താ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ഒരു ഒരു തോട്ട് ഡെവലപ്പ് ചെയ്യുകയാണ്. അതാണ് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ്, സ്പോർട്സ് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ. അല്ലാതെ നമ്മളവിടെ പോയിട്ട് ഡ്രില്ല് കളിക്കുമ്പോൾ കിട്ടുന്ന രീതിയല്ല. പ്ലേ വേ മെത്തേഡിൽ കൂടെ തന്നെ അതേപോലെ ഒരുപാട് ചീട്ടിനകത്ത് ഒരുപാട് കാര്യങ്ങൾ സയൻറ്റിസ്റ്റുകളുടെ പേര് ക്രോസ് മാച്ച് ചെയ്യുക. ഇത് കിട്ടിയേക്കുന്ന അല്ലെങ്കിൽ എത്ര പേര് വോട്ട് ചെയ്യുന്നു, ഇത് ബൾബ് കണ്ടുപിടിച്ച ആരാണ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം എത്ര പേര് അവരുടെ കയ്യിലിരിക്കുന്ന ചീട്ടിനകത്തുനിന്ന് ഇതിൻ്റെ ആൻസർ എടുത്ത് കാണിക്കുന്നു, വെക്കുന്നു, അവർക്ക് അതിൻ്റെ പോയിൻ്റ് കൊടുക്കാം. അപ്പോൾ ഇത് ആ കുട്ടിയുടെ ഓരോ കുട്ടിക്കും ഉണ്ടാകുന്ന സെർച്ചിങ്, അതൊക്കെ ഗെയിം ബേസ്ഡ് ആയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചാണ്. അതേപോലെ പോസ്റ്റ് ഡിസൈൻ ചെയ്യുക, അത് ആർട്ടിൻ്റെ കണ്ടീഷനിൽ വരുമ്പോൾ അത് അത്തരത്തിൽ പോസ്റ്റ് ഡിസൈൻ ചെയ്യാൻ പറയാം. നിങ്ങളിപ്പോൾ ഒരു ചിത്രം വരയ്ക്കാൻ പറയാം. ഇപ്പോൾ ചിത്രം വരയ്ക്കാൻ പറയുമ്പോൾ ആ കുട്ടി ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത്, ഇപ്പോൾ പൊള്യൂഷനെ കുറിച്ച് പറയുമ്പം ഒരുപാട് ഇമാജിനേഷൻ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകും. അതൊക്കെ ചേർത്തിട്ടായിരിക്കും ആ കുട്ടി ഒരു ചിത്രം വരയ്ക്കുക. അവരൊരു സ്റ്റേജിലൊരു മൈം പ്രിപ്പയർ ചെയ്യാൻ പറയുമ്പോൾ അതിൻ്റെ ഡയലോഗ്സ് എഴുതണം, അതിൻ്റെ വർഷങ്ങളെക്കുറിച്ച് എഴുതണം, ലൈബ്രറി പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് തിരക്കണം, പത്രം വായിക്കണം. ഇതിനോടനുബന്ധിച്ച് ആ കുട്ടി ഒരുപാട്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഒരു 6 പേരാണ് ഒരു നാടകത്തിലുണ്ടെങ്കിൽ 6 പേരും കൂടെ ചേർന്നിട്ടായിരിക്കും ഇതിൻ്റെ ഡേറ്റ അവർ കളക്ട് ചെയ്യുക. കമ്പ്യൂട്ടർ ലാബിൽ പോയിട്ട് പ്രിൻ്റ് എടുക്കാൻ പറയുമ്പോൾ പ്രിൻറ്റിങ് എങ്ങനെയാണെന്ന് പഠിക്കും. ഗൂഗിൾ സെർച്ച് ചെയ്യാനാണെങ്കിൽ ഗൂഗിൾ എങ്ങനെ സെർച്ച് ചെയ്യാമെന്ന് പഠിക്കും. ഫോട്ടോ എങ്ങനെ സേവ് ചെയ്യണമെന്നുള്ളത് പഠിക്കും. നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല, കമ്പ്യൂട്ടർ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇത് അവരുടെ ഒരു ആവശ്യമായിട്ട് വരും. ഈ നാടകത്തിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ ഇവർ അറിയാതെ ഒത്തിരി കാര്യങ്ങൾ, ഒരുപാട് സ്കിൽസ് അവർ പഠിക്കും. അതാണ് ഇൻ്റഗ്രേറ്റഡ് ലേണിങ്ങിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റ് സബ്ജക്റ്റിൽ കൂടെ നമ്മൾ അറിയാതെ അവർക്ക് ഒരുപാട് സ്കിൽസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതൊരു ടീച്ചർ കുട്ടികളെ ആ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അവരങ്ങനെ സെർച്ച് ചെയ്യും. അതിനുള്ള അവസരം കൊടുത്താൽ അവർ തീർച്ചയായിട്ടും ആ രീതിയിൽ സെർച്ച് ചെയ്യുന്നതാണ് എൻ്റെ അനുഭവത്തിൽ അങ്ങനെയാണ്. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. വേറെ ഒന്നുമില്ലല്ലോ? ഹലോ സർ, ഞാൻ മരിയൻ ബാബു. ഞാൻ പീറ്റ് മെമ്മോറിയൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. സാർ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഞാനൊരു ഡൗട്ട് ഉള്ളത്, നമ്മൾ ഈ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ ഇവർക്ക് ഇങ്ങനെ ആക്ടിവിറ്റി ബേസ്ഡ് അല്ലെങ്കിൽ കാർഡ് ബേസ്ഡ് ഒക്കെ ചെയ്യിപ്പിക്കുമ്പോൾ തന്നെ അവരത് അതിലേക്ക് മാത്രം ആകുക. അതായത് അവർ ആ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഇപ്പൊ ഞാനൊരു ഒരു ചാർട്ട് പേപ്പർ കൊടുത്താൽ അത് വെച്ച് എന്ത് ചെയ്യാം, അങ്ങനെയൊക്കെ അങ്ങ് ഡൈവേർട്ട് ചെയ്ത് പോവുക. അപ്പൊ നമുക്ക് ഡൈവേർട്ട് ചെയ്ത് പോകുക എന്നുള്ളതല്ല. അപ്പം ഞാൻ എൻ്റെ മോളോട് പറയാറുണ്ട്, ഇവിടെ ചിലപ്പോൾ ഒരു ക്ലാസ് എടുക്കുമ്പോൾ 30 മിനിറ്റ്സിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ 30 മിനിറ്റ്സിന് കറക്റ്റായിട്ടുള്ള മെറ്റീരിയലും കൊണ്ടാണ് ഒരു ക്ലാസ്സിലേക്ക് പോകുക. അപ്പോൾ തീർച്ചയായിട്ടും ആ ക്ലാസ് ഫെയിലിയർ ആയിരിക്കും. കാരണം എന്താണ്, നമ്മളൊരു 45 മിനിറ്റ്സിൻ്റെ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, ഒരു ടീച്ചർ കയറി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യം ഒരു 5 മിനിറ്റ് പോകും, ഇല്ലേ? ഒരു 5 മിനിറ്റ് എന്തായാലും പോകും. ആ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ക്ലാസ് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു, ആരെങ്കിലും അതിനിടയ്ക്ക് ചിലപ്പം ഒരാളുടെ യൂണിഫോം ചിലപ്പം മോഡ് കറക്റ്റ് ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ ഒരാൾ ആബ്സെൻ്റ് ആയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമായിട്ടിരുന്നിട്ട് സംസാരിക്കും. ഇതിനൊക്കെ ആയിട്ട് പല രീതിയിൽ പോകും. പിന്നെ അവരെയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ഒരു ഐസ് ബ്രേക്കിംഗ് വേണം. ചിലപ്പോൾ ഒരു തമാശ പറയണം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ്സിൻ്റെ ഒരു സെക്ഷൻ പറയണം, എന്നാലേ ആ കുട്ടികളുടെ അറ്റൻഷൻ നമ്മളിലേക്ക് വരുള്ളൂ. അപ്പം ഒരു മിനിമം ലെവൽ ഓഫ് ആക്റ്റീവ്, ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ ഫോളോ ചെയ്തിട്ട് നമ്മൾ ക്ലാസ് എടുക്കേണ്ട ഒരു കാര്യങ്ങൾ വരുന്നില്ല. അതിനകത്ത് ചില ഔട്ട്കംസ് ഉണ്ടല്ലോ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മോഡ്, എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല. അതിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് വരുന്നൊരു കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്താൽ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് വെറുതെ നമ്മളൊന്ന് പാസ് ചെയ്ത് പറഞ്ഞാൽ കൂടി ആ കുട്ടിക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. കാര്യം ഇപ്പം എന്താ പറയുക, ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ കറപ്ഷനെക്കുറിച്ച് പറയുക, കറപ്ഷനെക്കുറിച്ച് നിങ്ങൾ വെറുതെ ഒരു 2 ഗ്രൂപ്പ് ആക്കിയിട്ടിട്ട് കറപ്ഷനെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞു നോക്കി, നമ്മൾ ചിന്തിക്കാത്ത 100 കണക്കിന് പോയിൻറ്റ്സ് അതിനകത്ത് ചിരിയും കളിയും എല്ലാം വരും. പക്ഷേ ഒരു സൈഡിൽ ഒരു ടീച്ചർ നിന്ന് പറയുന്നതിനേക്കാളും എഫക്റ്റീവ് ആയിരിക്കും അവരുടെ മനസ്സിൽ ഏത് കുട്ടിയാണ് ഈ കാര്യം പറഞ്ഞ് അതിന് തമാശ കാണും, ചിരി കാണും, ഡൈവേർട്ട് ചെയ്ത് പോകുക അല്ലത്. അതിനെ നമ്മളൊന്ന് മോഡുലേറ്റ് ചെയ്താൽ മതി. ഡൈവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ച ഈ ലൈനിലാണ്, നമ്മൾ ഇതിനകത്ത് നിന്ന് മാറിപ്പോകുന്നു എന്ന് പറഞ്ഞ് ശരിയായ രീതിയിൽ നിന്ന് ട്രാക്ക് ചെയ്താൽ മതി.
അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ക്ലാസ് തുടങ്ങുന്നതുണ്ട് ഇപ്പോഴും ഉണ്ടല്ലോ. ഞാൻ ആർട്ട് എടുക്കാൻ വരുമ്പോൾ ഒരു ദിവസം പോലും അവരുടെ അടുത്ത് ചിലപ്പം യാനിയുടെ മ്യൂസിക്കോ അല്ലെങ്കിൽ ആഫ്രിക്കൻ റിതമോ ഏതെങ്കിലുമൊക്കെ സിനിമ മൂവി ഫിലിംസോ അല്ലെങ്കിൽ ഇപ്പം എന്താ മരിയ ട്രൈബൽസ് എന്നും പറഞ്ഞ ട്രൈബൽസ് ഉണ്ട്. അപ്പോൾ ഈ ട്രൈബൽസിൻ്റെ അതിൻ്റെ പേര് ഞാൻ മറന്നുവല്ലോ, ഈ ഒരു റെഡ് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഒരു വലിയ ഒരു ട്രൈബൽ വിങ് എല്ലാം കൂടെ ഡാൻസ് ചെയ്യുന്നൊരു പിക്ചർ ഉണ്ടായിരുന്നു. പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ഞാൻ അവിടെ മാവേലിക്കര ഒക്കെ ഓടിയൊരു ഫിലിമാണ്. അപ്പോൾ അതിനകത്ത് ഈ മുരിയ ട്രൈബൽസിൻ്റെ ട്രൈബൽ ലൈഫ് തന്നെയാണ്, അവരുടെ കോസ്റ്റ്യൂംസും അവരുടെ പിന്നെ എന്താ പിന്നെ പ്രോപ്പർട്ടീസും തന്നെയാണ് ആ ഫിലിമിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഫിലിമിൻ്റെ ഒരു പാട്ട് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ആ മുരിയ ട്രൈബൽസിൻ്റെ ലൈഫിലേക്ക് പോവുക. അപ്പോൾ തീർച്ചയായിട്ടും ആ മുരിയ ട്രൈബൽസ് അവരുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ വർഷിപ്പ്, അവരുടെ കൾച്ചർ, ഹെറിറ്റേജ്, ആർട്ട് ഫോംസ് എല്ലാം വരും. അപ്പോൾ എൻ്റെ ഉദ്ദേശം ശരിക്കും പറഞ്ഞാൽ ഠോക്ര എന്ന് പറയുന്നൊരു ആർട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ശ്രമിക്കുക. പക്ഷേ ഞാൻ തുടങ്ങുന്നത് അപ്പോൾ കറണ്ടായിട്ടുള്ള ഒരു ഫിലിമിൻ്റെ ബേസിൽ. അപ്പോൾ ഫിലിം കാണുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഫിലിം വരുമ്പോഴത്തേക്ക് അവർ അതിൻ്റെ ഒരു പാട്ട് ഇച്ചിരി നേരം കണ്ടങ്ങിരിക്കും. അപ്പോൾ ഒരു ട്രൈബലുണ്ട്, ഇത് ഇയാൾ ഇവിടുന്ന് കോപ്പി അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് കൃത്യമായിട്ട് അറിയാം മുരിയ ട്രൈബൽസിൻ്റെ ലൈഫ് സ്റ്റൈൽ എന്താണ്, അവരുടെ ഡ്രസ്സ് എന്താണ്, റെഡ് കളറാണോ അല്ലെ അതിൻ്റെ കൊമ്പുകൾ വെച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. മൈക്ക് ഓഫാണേ, മൈക്ക് ഓഫ്. സാർ ഇവിടെ പുറത്തൊരു ശബ്ദം വന്നപ്പോ ഓഫ് ആക്കിയത്. ഓക്കെ സാർ, താങ്ക് യു സാർ. അപ്പൊ ഇത്തരത്തിൽ മോഡുലേറ്റ് ചെയ്താൽ പറ്റും കേട്ടോ, പിള്ളേർ അവിടെ ഇരുന്നോളും. സാധാരണ അങ്ങനെയാണ്. ഓക്കെ സാർ, താങ്ക് യു. നമുക്ക് കുറച്ചൊരു ക്ഷമ ഈ കുട്ടികൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴേ ഒന്ന് കേൾക്കാനും അതിൻ്റെതായ വേവ് ലെങ്തിൽ ആസ്വദിക്കാനും പറ്റും. നമ്മളൊരു ടീച്ചറാണ്, അവർ കേട്ടിരിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. ടൈം ഒരു ഫാക്റ്റ് ആണ്. അല്ല, ടൈം ഫാക്ടർ ആണെങ്കിൽ തന്നെ ഉണ്ടല്ലോ, അവർ ശ്രദ്ധിക്കുന്ന 10 മിനിറ്റ് എങ്കിൽ 10 മിനിറ്റ് ആയിരിക്കണം നമുക്ക് വേണ്ടത്. അവർ ശ്രദ്ധിക്കാതിരിക്കുന്ന 1 മണിക്കൂർ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു പീരീഡിനകത്ത് നമുക്കൊരു 10 മിനിറ്റ് എങ്കിലും അവർ ശ്രദ്ധിക്കുമെങ്കിൽ ആ 10 മിനിറ്റ് കൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് പോകും. അല്ല 45 മിനിറ്റ്സ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ നമുക്ക് യാതൊരു യൂസും ഇല്ല. അപ്പോഴും ഞാൻ ക്ലാസ് എടുക്കുന്ന 5-10 മിനിറ്റ് ആയിരിക്കും, പക്ഷെ ബാക്കിയുള്ള സമയത്തൊക്കെ അവരുടെ ട്രാക്കിൽ കൂടി തന്നെ വിടും. അപ്പോൾ അവർ അതിലേക്ക് എപ്പോൾ അവരുടെ അറ്റൻഷൻ നമ്മളിലേക്ക് ഫുള്ളായിട്ട് വരുന്നു അപ്പോൾ മാത്രമേ ഈ കണ്ടന്റ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളൂ. അപ്പോൾ അതായിരിക്കും കൂടുതൽ പ്രാക്ടിക്കൽ. അതിലേക്ക് ഒരുപാട് കറണ്ട് ആയിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് എടുക്കാം. അത് ആ പെഡഗോഗി എന്ന് പറയുന്ന ഒരു ഫ്രെയിം തന്നെ അതാണ്. നമ്മൾ ടീച്ചർ ആ കുട്ടിയെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ട ചില മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണത്. ആ ഒരു ഔട്ട്കം കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നൊരു വഴിയാണ്. അത് ചിലപ്പോൾ ഫിലിം വഴിയാവാം, ചിലപ്പോൾ ആക്ടിവിറ്റി ആയിരിക്കാം, ചിലപ്പോൾ ഒരു കഥ എഴുതാൻ പറയുന്നതായിരിക്കാം, ചിലപ്പോൾ പുറത്തോട്ട് നടന്നിട്ട് വരാമെന്ന് പറയുന്ന രീതിയായിരിക്കാം, ചിലപ്പോൾ മൈക്കിൽ അനൗൺസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ടോക്ക് കേട്ടിട്ട് ശബ്ദമലിനീകരണത്തെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് പറയാം, ഡെസിബിളിനെ കുറിച്ച് പറയാം, ഫിസിക്സുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, അതിൽ വരുന്ന ഫ്രീക്വൻസിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന ഒരു എക്സാമ്പിളിൽ നിന്ന് നമ്മൾ ആ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ട് നോളജ് ഷെയറിങ്ങിലേക്ക് പോകണം. അങ്ങനെ ഒരു മോഡ് ഓഫ് ടീച്ചിങ് ആയിരിക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ കുറച്ചുകൂടെ അവർ എക്സ്പീരിയൻസ് ചെയ്യണം. എന്ത് സാധനമായാലും അവർക്കൊന്ന് കണ്ട് കേട്ട് പഠിച്ചെങ്കിലേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവരിയ്ക്കുള്ളൂ. ഡയറക്റ്റ് എക്സ്പീരിയൻസ് വേണം. അപ്പോൾ ഒരു ആക്ടിവിറ്റി വേണം. അല്ല, ഇതിനകത്ത് എന്താ പറയുന്നത് വെച്ചാൽ നമ്മളുടെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞ ക്ലാസ് റൂം ലേണിങ്ങിനെ സൊസൈറ്റിയുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം, ഞാൻ എൻ്റെ നാട്ടിലൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഇന്നലെ ഞാൻ അവിടെ ഇവിടുത്തെ കൊല്ലം ജില്ലയിലെ ഗവൺമെൻറ് സ്കൂളിലെ ഏറ്റവും നല്ല റിസൾട്ട് ഞാൻ പഠിച്ച സ്കൂളായിരുന്നു. അപ്പോൾ ഈ നാട്ടിലുള്ള കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ള എല്ലാവരെയും വിളിച്ചിരുന്നു. ഫോർമൽ ഫംഗ്ഷനിൽ അവരെല്ലാവരും ഒരു വരാന്തയിൽ വരിവരിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാ ആൾക്കാരും അതിനകത്ത് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റുണ്ട്, പഞ്ചായത്ത് പ്രസിഡൻ്റുണ്ട്, അധ്യാപകരുണ്ട്, കലാകാരന്മാരുണ്ട്, സംഗീത ആയിട്ട് ആചാര്യന്മാരുണ്ട്, ഇങ്ങനെ എല്ലാവരും ഉണ്ട്. അവരെല്ലാവരെയും കൂടെ വിളിച്ചിട്ട് ചെയ്ത ഒരു ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഒരു വലിയൊരു വാർപ്പിനകത്ത് വെർമിസിലി പായസം ഉണ്ടാക്കിയതാണ്. അപ്പോൾ പായസം ഉണ്ടാക്കിയിട്ട് ആ പായസം അതിലെ പോയ ഓട്ടോറിക്ഷക്കാർക്കും ബസ്സിൽ ഇരുന്ന യാത്രക്കാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇങ്ങനെ അവർ കൊടുത്തിട്ട് ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ സ്കൂളിൽ ഇത് കിട്ടിയതുകൊണ്ട്, 1ാം സ്ഥാനം കിട്ടിയതുകൊണ്ടുള്ള സന്തോഷം കാഴ്ചവെക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികൾ തന്നെ ഓടിപ്പോയി കൊണ്ട് കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ അതൊരു വലിയ സ്റ്റോറി, ഒരു മോട്ടിവേഷൻ ഫാക്ടറായിട്ട് മുമ്പോട്ട് വേണം.
അതോടൊപ്പം തന്നെ ഒരു ഡിസിപ്ലിനും നമ്മൾ ജനറേറ്റ് ചെയ്യാണ്. ഒരുപാട് സ്റ്റേജിൽ ഒരാളിനെ കൊണ്ടിരുത്തിയിട്ട് ഇതൊരു മരത്തണലിൽ ഇവരെല്ലാവരും കൂടെ കൂടി നിന്ന് പായസമൊക്കെ ഉണ്ടാക്കി അതെല്ലാം കൊച്ചു ഗ്ലാസ്സിനകത്തെടുത്ത് ഓരോരുത്തർക്കും കൊണ്ടു കൊടുക്കുന്നു. അതിനകത്തോടെ അവർ സന്തോഷിക്കുന്നു, അല്ലെങ്കിൽ അവർക്കൊരു അപ്രീസിയേഷൻ കൊടുക്കുന്നു, കുട്ടികളുടെ കുറച്ച് ഫീഡ്ബാക്ക് എടുക്കുന്നു. മീഡിയാസ് വന്നിട്ട് അത് കവർ ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഒരു വിഷ്വൽസ് ഞാൻ അതിൻ്റെ തൊട്ട് പുറകിൽ ഷെയർ ചെയ്യാം. ആ പായസം അതിൻ്റെ ഒരു ന്യൂസ് റിപ്പോർട്ട് വന്നിരുന്നു. അപ്പോൾ ഓട്ടോറിക്ഷയിലും ബസ്സിലും ഒക്കെ കുട്ടികളും നാട്ടുകാരും ഒക്കെ ചേർന്നിട്ട് ഒരു കളക്റ്റീവ് എഫർട്ടാണ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയുള്ള ഒരു ഒൺമാൻ ഷോ ആയിട്ട് ടീച്ചറും കുട്ടിയായിട്ട് സംവേദിക്കേണ്ട ഒരു കാലഘട്ടം അല്ല ഇപ്പോഴിത് പറഞ്ഞൊരു ടീം വർക്കാണ്. ആരൊക്കെയുള്ള ടീം വർക്കാണ്? അധ്യാപകരും രക്ഷകർത്താക്കളും സമൂഹവും ആ നാട്ടിലെ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ എല്ലാവരും കൂടെ ചേർന്ന് സൊസൈറ്റിയും സ്കൂളും ഒക്കെ ചേർന്നിട്ട് ഒന്നിച്ച് നമ്മുടെ അടുത്ത ജനറേഷനെ എങ്ങനെ ലിഫ്റ്റ് ചെയ്യാമോ അതനുസരിച്ചിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമ്മൾ എഡ്യൂക്കേഷനെ ഇപ്പോൾ കാണുക. അല്ല ഒരു കുട്ടിയെ ഡിസ്കറേജ് ചെയ്യുന്നതിനൊക്കെ കൂടുതൽ മോട്ടിവേഷൻ കൊടുക്കുമ്പോഴാണ് ആ കുട്ടിക്ക് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാകുകയും പഠിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ തരത്തിലുള്ള കാഴ്ചപ്പാട് ആ കുട്ടിയുടെ മനസ്സിൽ ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു പിക്ചറായിരിക്കും ക്രിയേറ്റ് ചെയ്യുക. എല്ലാവർക്കും ഒരു മുട്ടായി കൊടുക്കുക, കുറേ കുട്ടികൾ അവരുടെ എങ്ങനെയൊക്കെ കിട്ടിയെന്നുള്ള അവരുടെ ടീച്ചേഴ്സിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുക, ടീച്ചേഴ്സിനെ അനുമോദിക്കുക. അപ്പോൾ ഇതൊക്കെ പലരും പല രീതിയിൽ കൂടെ ചെയ്യുമ്പോൾ ആ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും നാട്ടുകാർക്കും കുട്ടികൾക്കും ഉണ്ടാകുന്ന ഒരു ബോണ്ടിങ് ഉണ്ട്, മാനസികമായിട്ടുണ്ടാകുന്ന ഒരു അടുപ്പുണ്ട്. അത് അടുത്ത വർഷത്തെ റിസൾട്ടിനെ അവർ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി അവരുടെ ശ്രമം ഉണ്ടാവും. അതുപോലെ ആ സ്കൂളിനോട് ആ കുട്ടികൾക്കൊരു സ്നേഹവും വരും. പായസം എന്ന് പറയുന്നത് അതിനകത്തൊരു ചെറിയൊരു റീജൻ്റായിട്ട് നമ്മളെന്താ വിചാരിക്ക് എണ്ണ ഇട്ട് കൊടുക്കുന്ന പോലെ ഒരു ചെറിയൊരു ആക്ടിവിറ്റി ആയിട്ട് വരുന്നേ ഉള്ളൂ. പക്ഷെ അതുണ്ടാക്കുന്ന ഇമേജ് വളരെ വലുതാണ്. അല്ല, ഇതിനകത്ത് ഈ പുതിയ ക്ലാസ് റൂം ഡയമെൻഷൻ തന്നെ ഇപ്പോൾ ക്ലാസ് റൂമിൽ നമ്മളിരിക്കുന്ന ഒരു ടീച്ചറും ബാക്കിയിരിക്കുന്ന കുട്ടികൾ നേരെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂം ഡയമെൻഷൻ തന്നെ ചേഞ്ച് ആക്കിക്കൊണ്ടുള്ള ഒരു രീതിയാണ് പുതിയ കരിക്കുലം ഡിമാൻഡ് ചെയ്യുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ടോപ്പിക്, ഒരു ഡിബേറ്റ് നമ്മൾ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ തനിയെ അതിന് വർക്കൗട്ട് ചെയ്യാനും കൊളാബറേറ്റ് ചെയ്യായിട്ട് അവരുടെ സീറ്റിംഗ് പാറ്റേണൊക്കെ മാറ്റിക്കൊണ്ട് ഇപ്പം ഉദാഹരണത്തിന് ഈ അടുത്തിടയ്ക്ക് ഞാനിപ്പോൾ നവോദയ തന്നെ കേരളത്തിലെ മാഹി നവോദയ വിദ്യാലയയിലാണ് വളരെ എഫക്റ്റീവായിട്ട് ജൂനിയർ ലാബ് എന്ന് പറയുന്നത് സ്ഥാനം തന്നെ അങ്ങ് ക്രഷ് ചെയ്തിട്ട് എല്ലാ ക്ലാസ് റൂംസിലും ലാബാക്കി മാറ്റി. എല്ലാ ക്ലാസ് റൂംസിലും ആർട്ടിനുള്ള സൗകര്യങ്ങളുണ്ട്, എല്ലാ ക്ലാസ് റൂംസിലും ഡിജിറ്റൽ ലൈബ്രറി ഉണ്ട്, എല്ലാ ക്ലാസ് റൂംസിലും മിനിമം വേണ്ടുന്ന ക്രാഫ്റ്റ് ഐറ്റംസ്, ചാർട്ട്, ബുക്സ്, സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാനുള്ള ഗ്ലോബ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഓരോ ക്ലാസ് റൂമിലും അതാത് ക്ലാസ്സിൽ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനൊരു റീസൺ എന്ന് പറഞ്ഞാൽ ആ സ്കൂളിൻ്റെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എൻ്റെ കൂടെ തന്നെ തിരുവനന്തപുരത്തുണ്ടായിരുന്ന മിസ്റ്റർ രത്നാകരൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പൽ, അദ്ദേഹം നാഷണൽ പ്രസിഡൻറ്റ് അവാർഡിയാണ്. അതുകൂടാതെ തന്നെ ഫുൾ ബ്രൈറ്റി എന്ന് പറയുന്ന ഒരു സ്കോളർഷിപ്പിൽ ഇൻ്റർനാഷണൽ ലെവലിൽ US പോയിട്ട് അവിടുത്തെ കുട്ടികൾ പഠിക്കുന്ന ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റും ഒക്കെ സ്വാധീനിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ വന്നിട്ട് അത്തരത്തിലുള്ള ഒരു ധൈര്യം കാണിച്ചിട്ട് ആ സ്കൂൾ അങ്ങനെ മാറ്റിയെടുത്ത്. ഇപ്പോൾ ജൂനിയർ ലാബ് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ സ്കൂളിൽ കാണും, ഏതെങ്കിലുമൊക്കെ മുറിയിൽ കൊണ്ടുപോയിട്ട് കുറേ എക്സ്പീരിയൻസ് അല്ലെ എക്സ്പെരിമെൻറ്റ് കാണിക്കാൻ വെക്കുന്ന ടെസ്റ്റ് ബുക്കുകളും ഫ്ലാസ്കും ഒക്കെ വാങ്ങി പൂട്ടി വെച്ചിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ ഇതിൻ്റെ സ്റ്റോക്ക് രജിസ്റ്റർ മാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള അധ്യാപകർ ഉള്ള ഒരു സമൂഹത്തിലും കൂടെ. കുറേ പേര് അങ്ങനെ അല്ല എങ്കിലും വളരെ അധികം മെജോറിറ്റി ഒരു പക്ഷേ ആ ലാബുകളൊന്നും അധികം യൂസ് ചെയ്യാറില്ല. കാരണം അതൊക്കെ ഏതെങ്കിലും ഒരു ഇൻസ്പെക്ഷനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ അങ്ങനെ ഉണ്ടാക്കാറുള്ളൂ. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛനെ ഇവിടെ സയൻസ് അധ്യാപകനായിട്ട് ജോലി ചെയ്തിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിരിക്കുന്ന ലാബറട്ടറീസാണ്. ഞാൻ അച്ഛൻ്റെ കൂടെയൊക്കെ രാത്രി പോയിരുന്ന 12 മണി 1 മണിക്കൊക്കെയാണ് തിരിച്ചു വരിക. ഏകദേശം 40-48 സ്റ്റാളിൽ വർക്കിംഗ് മോഡൽസ് ഉണ്ടാക്കിയിട്ട് സയൻസ് എക്സിബിഷൻ നടത്തി. ഏകദേശം 30 വർഷത്തോളം ട്രോഫി പോലും കൊണ്ടുപോകാതെ സ്കൂളിൽ തന്നെ വെച്ചിട്ട് സയൻസ് എക്സിബിഷൻ ഞാൻ ഓവറോൾ കിട്ടിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അതൊരു ഡെഡിക്കേഷൻ്റെ ഭാഗമായിട്ട് അച്ഛനും ഇങ്ങനെ ഇത്തരത്തിൽ ഒരു കെമിസ്ട്രി അധ്യാപകനാണെങ്കിലും സംഗീതവും അല്ലെ പാട്ട് കേൾക്കുക അല്ലെ ഫാമിലി ലൈഫിലൊക്കെ വളരെ ഇൻട്രാക്ട് ചെയ്തിട്ട് ഞങ്ങൾക്കൊക്കെ വളരെ ഫ്രീഡം തന്നിട്ട് പഠിപ്പിച്ചു. ഒരു ദിവസം എൻ്റെ അടുത്ത് സാധാരണ പറയാറുള്ളത് ലൈബ്രറിയിലൊക്കെ പോയി 9 മണിക്കോ 10 മണിക്കൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാലും ലേറ്റായി സിനിമയ്ക്ക് വന്നാലും ചിലപ്പോൾ ചെടിച്ചട്ടിക്കകത്തൊക്കെ താക്കോലൊക്കെ വെച്ചിട്ട് അപ്പോൾ അത്രയും ഫ്രീഡം തന്നിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ആ ഫ്രീഡം തന്നതുകൊണ്ടായിരിക്കാം എനിക്കും ഇത്തരത്തിലുള്ള ഒരു ടീച്ചിങ് പ്രൊഫഷണലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ ഫ്രീഡം മറ്റു കുട്ടികൾക്ക് കൊടുക്കണമെന്നും അതിലൂടെ ക്രിയേറ്റിവിറ്റി നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ
പറ്റും. അച്ഛനും സ്റ്റേറ്റ് അവാർഡ് വിന്നറായിരുന്നു. നാഷണൽ NCERT ഒരുപാട് തവണ സയൻസ് എക്സിബിഷനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാരമ്പര്യം ഉണ്ടല്ലോ, നമ്മൾ കണ്ടും കേട്ടും പഠിക്കുന്ന അന്നത്തെ സെറ്റ് ഓഫ് ടീച്ചേഴ്സും ഒരുപക്ഷെ വീടുമായിട്ടും കുട്ടികളുമായിട്ടൊക്കെ 4 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരാരും പോവില്ല. എല്ലാവരും അവിടത്തൊക്കെ തന്നെ കാണും, കടയിലും അതുപോലെ അവിടെയൊക്കെ പോയിട്ട് ഒന്നിച്ചിട്ട് വർത്തമാനം പറഞ്ഞ് ചിലപ്പോൾ ഇവിടെ വന്ന് ഊണൊക്കെ കഴിച്ചിട്ട്. ഈ ഒരു ബോണ്ടിങ് ഒരു പക്ഷേ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ചൊക്കെ മിസ്സാവുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമുണ്ട്. നവോദയ വിദ്യാലയയുടെയൊക്കെ രീതികൾ റെസിഡൻഷ്യൽ ആയതുകൊണ്ട് കുറച്ചുകൂടെ വേറെ ഒരു സെറ്റപ്പാണ്. കേന്ദ്രീയ വിദ്യാലയം കുറച്ചുകൂടെ വിഭിന്നമായിട്ടുള്ള, പബ്ലിക് സ്കൂളിൽ കുറേ കൂടെ സൊസൈറ്റിയായിട്ട് മിങ്കിൾ ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ അവിടെയൊക്കെ അതിൻ്റേതായിട്ടുള്ള ചില പരിമിതികൾ എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റേതായ രീതിയിലുണ്ടാവാറുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ കരിക്കുലം ഡിമാൻഡ് ചെയ്യുന്നത് എപ്പോഴും ആക്ടിവിറ്റി ബേസിലും ഔട്ട്കം ബേസ്ഡും സ്കിൽ ബേസ്ഡും ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇപ്പം ഗുജറാത്തിലിപ്പം പിന്നെ ഒരു പ്രേരണ എന്ന് പറയുന്നത്, നിങ്ങളെല്ലാവരും ഒരു പക്ഷേ ഇപ്പോൾ പങ്കെടുത്ത് കാണും. പ്രേരണ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് 2 കുട്ടികളെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ സ്കിൽ എഡ്യൂക്കേഷൻ മാത്രമാണ്. ഒരു 10-12 ദിവസം ഫുൾ ചെലവിൽ അവരെ അവിടെ കൊണ്ടുപോയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സബ്ജക്റ്റ് ഒന്നുമല്ല, കൃത്യമായിട്ടുള്ള ലൈഫ് സ്കിൽസാണ് അവർക്ക് കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക. അവരെങ്ങനെയൊക്കെ സമൂഹമായിട്ട് ബന്ധപ്പെടുത്തി ജീവിക്കാം, ഏതൊക്കെ സ്കിൽസ്, ഇലക്ട്രോണിക്സ്, AI ബേസ്ഡ് ഒക്കെ സ്കിൽസ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള രീതിയെക്കുറിച്ചാണ് അവർക്ക് കൂടുതൽ ട്രെയിനിങ് കൊടുക്കുക. അതൊരു പൈലറ്റ് ആർട്ട് പ്രോജക്റ്റാണ്. ആർട്ട് പ്രോജക്റ്റ് അല്ല, ഒരു NEP പ്രോജക്റ്റാണ്. പ്രൈം മിനിസ്റ്റർ നേരിട്ട് എടുത്തിരിക്കുന്ന ഒരു ബോഡി വഴി ഇന്ത്യ മൊത്തത്തിൽ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സെൻ്ററായിട്ടാണ് ഗുജറാത്തിലത് പൊയ്ക്കൊണ്ടിരിക്കുക. അതുപോലെ ധാരാളം മൂവ്മെൻറ്റ്സുകൾ പല സൈഡിൽ ഇതിൻ്റെ ഒരു ട്രയൽ ആൻഡ് എറർ പ്രോസസ് നടക്കുന്നത്. 2030 മാത്രമേ ഇതിൻ്റെ ഒരുപാട് മെറിറ്റും ഡീമെറിറ്റ്സും ഒക്കെ കാണുമല്ലോ പുതിയൊരു ഡ്രാഫ്റ്റ് വന്നു കഴിഞ്ഞാൽ. അതൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇതിനൊക്കെ പ്രായോഗിക ബുദ്ധിമുട്ട് എന്താണെന്ന്. അപ്പോൾ അതനുസരിച്ച് ചെറിയ സ്ലൈറ്റ് മോഡിഫിക്കേഷൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വരുന്നതാണ്. അത് സ്വാഭാവികമാണല്ലോ. നമുക്കൊരു ഇത് നടത്താൻ പറ്റില്ല എന്ന് നമ്മൾ ചെന്ന് പറയുമ്പോൾ അതെങ്ങനെ നടത്താം, അല്ലെ എങ്ങനെ അതിനെ റീഡിസൈൻ ചെയ്യാം എന്നുള്ള രീതിയിൽ ഇഷ്ടംപോലെ ക്ലാസ്സും ചർച്ചകളും കരിക്കുലം ഫ്രെയിംവർക്കുകളും ട്രെയിനിങ് പ്രോഗ്രാംസും ഒക്കെ നടക്കുന്നുണ്ട്. ഞാൻ അതിനകത്ത് വളരെ ആക്റ്റീവായിട്ട് ഒരു പരിധിവരെ ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് കൃത്യമായിട്ടും ഓഗ്മെൻ്റഡ് റിയാലിറ്റിയുടെയും NCERT ട്രെയിനിങ് വിങ്ങിലും ICT കരിക്കുലം വിങ്ങിലും ഒക്കെ എന്തൊക്കെ നടക്കുക എന്നുള്ളതും അതിനെക്കുറിച്ച് നമുക്ക് ഒരു വ്യക്തമായ ധാരണയുണ്ട്. അത് നിങ്ങൾ ഒരു പക്ഷേ നോക്കിയാൽ ICT ജേർണി എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഓഫ് NCERT ഒഫീഷ്യൽ ചാനലിൽ ഇതുണ്ട്. പല ടീച്ചേഴ്സിൻ്റെയും അവരുടെ ജേർണിയിലുണ്ടായിരിക്കുന്ന അനുഭവങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവർ ഏതൊക്കെ പാത്ത് വേ കൂടെ പല പല ഏരിയയിൽ, ഞാൻ ആർട്ട് എടുത്ത പോലെ തന്നെ പല പല സബ്ജക്റ്റിൽ പല പല ഏരിയയിൽ അവർക്കുണ്ടായിരിക്കുന്ന അച്ചീവ്മെൻറ്റ്സും അവരുടെ ഡിഫിക്കൽട്ടീസും അവരുടെ റെക്കമെൻഡേഷൻസും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഈ അതുപോലെ സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി മാനർ നമ്മൾ പറയുമ്പോഴുണ്ടല്ലോ, ഈ എത്ര ഞാൻ കണ്ടെടുത്തോളം നമ്മുടെ നവോദയയിലായാലും എവിടെയായാലും ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കുന്ന കുട്ടികളിനേക്കാൾ ഒരുപക്ഷെ ആ സ്കൂളിനോടും അല്ലെ ക്ലാസ്സിനോടും അവിടുത്തെ ആക്ടിവിറ്റീസിനോടും ഒക്കെ താല്പര്യം കൂടുതൽ കാണിക്കുന്ന, കുറച്ച് കുരുത്തക്കേടൊക്കെ കാണിക്കുന്ന അല്ലെ ബഹളമൊക്കെ കാണിക്കുന്ന കുട്ടികളായിരിക്കും ആക്ടിവിറ്റീസിൽ വളരെ മുമ്പോട്ട് നിൽക്കുക. ഇപ്പോൾ പഠിച്ച് മാർക്കൊക്കെ വാങ്ങിക്കുന്ന ഒരു കുട്ടിയേക്കായാലും ചിലപ്പോൾ ആ സ്കൂളിനോടും സമൂഹത്തിനോടും ഒക്കെ കുറച്ചുകൂടെയൊക്കെ എപ്പോൾ കണ്ടാലും ചിലപ്പോൾ റോഡിലൊക്കെ ഒന്ന് ഓടി വന്ന് വർത്തമാനമൊക്കെ പറയുന്നതൊക്കെ ഒരു പക്ഷേ ഇത്തരത്തിൽപ്പെട്ട ചില കുട്ടികളായിരിക്കും. വളരെ സ്കൂളിന് വേണ്ടിയിട്ട് രാത്രിയും പോലും ഇല്ലാതെ ഓടി നടക്കുന്ന കുറച്ച് ഒരു സെറ്റ് ഓഫ് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് ചില പ്രത്യേക ഡെസ്റ്റിനേഷൻ ഉണ്ട്. ഇപ്പോൾ ഇന്ന് എന്നെ ഒരു കുട്ടി വിളിച്ചിട്ട് നല്ല മാർക്കും ഉണ്ട്, പഠിച്ചു കഴിഞ്ഞ ശേഷം പറഞ്ഞു, സാർ ഞാനിങ്ങനെ വീട്ടിൽ എനിക്ക് നാഷണൽ ഡിസൈൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം, അതുകൊണ്ട് ഇത്തവണ അപേക്ഷിക്കാൻ മറന്നുപോയി, ഞാൻ പറഞ്ഞ സമയത്തൊന്നും അപ്ലൈ ചെയ്തിരുന്നില്ല. അപ്പോൾ വീട്ടുകാർക്ക് ഒരിക്കലും ആ കുട്ടിയെ ആ ഒരു രീതിയിലിട്ട് വിടാനായിട്ട് ഒരു താല്പര്യക്കുറവുണ്ട്. കാര്യം ഇതെന്താണെന്നുള്ള ഒരു പരിചയക്കുറവുണ്ടായിരിക്കാം ഒരു പക്ഷേ. അപ്പം ഈ കുട്ടിക്ക് ആ ഒരു പ്രൊഫഷൻ തന്നെ മതിയെന്ന് പറഞ്ഞ് ട്രിവാൻഡ്രത്തൊരു കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് അടുത്ത എക്സാമിനേഷനകത്ത് അത് എൻട്രൻസ് എഴുതിയിട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്ത് ജോയിൻ ചെയ്യും. അപ്പം നമുക്കൊരു എയിം വേണം, നമുക്കൊരു ഡ്രീം വേണം, വളരെ വലിയൊരു സ്വപ്നം വേണം, നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത്. ഇപ്പം നമ്മളിപ്പം ഇവിടെ നിന്നിട്ട്, ഞാനിപ്പം കൊട്ടാരക്കര നിന്നിട്ട് മാവേലിക്കരയ്ക്ക് വരുവാണെങ്കിൽ കൊട്ടാരക്കരയിൽ നിന്ന് മാവേലിക്കരയ്ക്ക് പോകാനുള്ള റൂട്ടിനെ കുറിച്ച് ഞാനൊരു പ്രീ സ്റ്റഡി ഉണ്ട്, ഒരു പ്രീ നോളജ് എനിക്ക് വേണം. എത്ര സമയം കൊണ്ട് എത്താം, ഏതൊക്കെ വഴി കൂടെ എത്താം, ആരോടൊക്കെ ചോദിച്ചാൽ എത്താം. അപ്പോൾ ആ ഡെസ്റ്റിനേഷനെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോഴാണ് അതിനൊരു ഗുരുവിൻ്റെ അല്ലെങ്കിൽ ഒരു ടീച്ചറുടെ ഒരു ഗൈഡിൻ്റെ ഒരു ഫ്രണ്ട്ലി അപ്രോച്ചിന് നമുക്ക് ആവശ്യമാണ്.
അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. അപ്പോൾ അത്രത്തോളം നമ്മളൊരു കുട്ടിയെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുന്നു, അത്രത്തോളം ആ കുട്ടിക്ക് നമ്മളോട് നമ്മൾ പറയത്തില്ല കുറുമ്പ് അല്ലെ കുസൃതി എന്നൊക്കെ പറയുന്നതൊക്കെ കുറവായിരിക്കും. അവർ വളരെ ആക്റ്റീവും ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു കുട്ടി എക്സൽ ചെയ്താൽ, അത് സ്പോർട്സിലായിക്കോട്ടെ, ലിറ്റററി ആയി കവിത എഴുതിയാലും കൊള്ളാം, കഥ പറഞ്ഞാലും കൊള്ളാം, അല്ലെ പ്രസംഗമായാലും കൊള്ളാം, ഏതെങ്കിലും ഒരു തരത്തിൽ എക്സൽ ചെയ്താൽ പിന്നെ ആ കുട്ടിയുടെ ഒരു റെസ്പോൺസിബിലിറ്റി എല്ലാ മേഖലയിലും ആ മികവ് നിലനിർത്തണമെന്നാണ്. അപ്പോൾ അതിനുവേണ്ടി അവർ പരിശ്രമം ഉണ്ടായിക്കൊണ്ടിരിക്കും. അവർ ബാക്കിയുള്ള മേഖലയിലും അതിന് ഇക്വലൻ്റായിട്ട് എക്സൽ ചെയ്യും. അങ്ങനെയാണ് കണ്ടുവരാറ്. ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ ഏറ്റവും കൂടുതൽ നാഷണൽ ടോപ്പർ, CBSE നാഷണൽ ടോപ്പർ കൊമേഴ്സിന് കിട്ടിയൊരു കുട്ടി ആലപ്പുഴ നവോദയയിലാണ് 12th. ആ കുട്ടി ഓൾറൗണ്ടറാണ്. സ്പോർട്സിലും ആർട്ടിലും മറ്റുള്ള സ്കൂളിൽ എന്ത് ആക്ടിവിറ്റീസിലും ഫുൾ ടൈമാണ്. അതുപോലെ 12th ടോപ്പ് കിട്ടിയ ഒരു കുട്ടി മെഡിസിൻ ഇപ്പം എയിംസിൽ ജോയിൻ ചെയ്ത കുട്ടിയും ഫുൾ ടൈം ആർട്ടിൽ ഇൻവോൾവ് ആണ്. 5ാം ക്ലാസ് മുതൽ 12th വരെ ഏത് രാത്രിയായാലും പകലായാലും ഓടി വന്ന് പെയിൻറ്റിങ് ചെയ്യുന്നൊരു കുട്ടിയാണ്. അപ്പോൾ അത് സ്കൂൾ ടോപ്പറായിട്ടാണ് പോയി. അപ്പോൾ അതിനെ ഒരിക്കലും ഈ ചിത്രകലയൊന്നും അതിനെ ഒരു സമയത്ത് പോലും ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. പരീക്ഷ ഇടയ്ക്ക് ഓടി വന്നിരുന്നിട്ട് ചിത്രമൊക്കെ വരച്ചിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അവിടെ വന്ന് നിന്നിട്ട്, കാരണം ആ ടൈമൊന്നും അല്ല നമ്മളെ ശരിക്കും സ്ലോ ഡൗൺ ചെയ്യുന്നത്. അതിന് നമ്മൾ ഇരിക്കുന്ന 1 മണിക്കൂർ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ 10 മിനിറ്റ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ 10 മിനിറ്റ് മതി നമുക്ക്. 45 മിനിറ്റ്സിൻ്റെ ശ്രദ്ധ വേണമെന്നില്ല. ചിലപ്പോൾ ഒരു 5-10 മിനിറ്റോ ഒരു 20 മിനിറ്റോ മാത്രമേ ഒരു കുട്ടിക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാൻ കഴിയുള്ളൂ. ആ ഒരു സമയത്ത് നമ്മൾ പരമാവധി നമ്മുടെ ഇൻപുട്ട് കൊടുത്താൽ, ഒരു ഡിസ്കഷനിലേക്ക് വന്നാൽ അവർക്കത് ബെനിഫിഷ്യൽ ആയിരിക്കും. അല്ലാതെ നമ്മളവരെ നിർബന്ധിച്ച് അടിച്ചിരുത്തി നോട്ട്സും കൊടുത്ത് പഠിപ്പിച്ച ഒരുപക്ഷെ ആ കുട്ടിയുടെ മനസ്സിലോട്ട് ഇതൊന്നും ഈ ഒരു ലേണിംഗ് പ്രോസസ്സൊന്നും നടക്കണമെന്നില്ല. നമ്മൾ പലപ്പോഴും ഈ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോഴുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ പ്രാവശ്യം വാട്സപ്പിൽ വൈറൽ 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു 100-150 രൂപ വെച്ചിട്ട് മൊബൈൽ ഫോണിൻ്റെ ഒരു കവർ വെച്ചിട്ട് ഒരു ചെറിയ സോഷ്യൽ മീഡിയയിൽ അഡ്വർടൈസ്മെൻറ്റും കൊടുത്തിട്ട് ഇപ്പോൾ ഒരു 4-5 MBA വെച്ചിട്ട് ഒരു 4 ലക്ഷം 5 ലക്ഷം രൂപ മന്ത്ലി ടേൺ ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിലേക്ക് വളർന്നു വന്നു. അപ്പോൾ അത് വീണ്ടും എന്നിട്ട് ആ കുട്ടി പറഞ്ഞൊരു വളരെ പ്രസക്തമായ ഒരു കാര്യം, അച്ഛൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ബിൽഡിങ്ങാണ് എടുത്തിരിക്കുന്നത്, പക്ഷേ ബിസിനസ്സാണല്ലോ, അതുകൊണ്ട് ഞാൻ എൻ്റെ വീടിന് തന്നെ അച്ഛന് ഞാൻ മുറിക്ക് വാടകയ്ക്ക് കൊടുക്കും. ഇപ്പോൾ വാടക കൊടുക്കുന്നതും കുട്ടിയുടെ അവൻ്റെ എഫേർട്ടിനും എല്ലാം റേറ്റിംഗ് ഇട്ടതിന് ശേഷമാണ് അതിൻ്റെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട്, ഒരു ബിസിനസ് കാഴ്ചപ്പാട് ആ കുട്ടിക്കുണ്ടായിരുന്നു. അതിപ്പോഴും +2 കണ്ട് കഴിഞ്ഞ് കാണത്തേ ഉള്ളൂ ഇപ്പോഴും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള ഒരു സ്കില്ല് നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും നമുക്കതുപോലെ ഞാൻ പലപ്പോഴും യൂട്യൂബ് വഴിയോ അല്ലാതെയൊക്കെ കാണാറുള്ള ഒരുപാട് വീടിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള വീട്, എൻവയൺമെൻറ്റ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഈ കോൺക്രീറ്റ് അടച്ച് പൂട്ടി വെക്കുന്നതിനൊക്കെ പല ആൾക്കാരും ഒന്ന് ഓപ്പൺ ആയിട്ടുള്ള വീടും മറ്റു കാര്യങ്ങളിലൊക്കെ വയ്ക്കുന്നതിലേക്ക് തിരിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് മരങ്ങളൊക്കെ അതേപോലെ ഒന്ന് സൂക്ഷിച്ചുകൊണ്ട്. കാര്യം അത് അങ്ങനെ ഒരു ചിന്ത നമ്മളിലേക്ക് വരുത്താൻ ഇന്നത്തെ ക്ലൈമാറ്റിക് ചേഞ്ചും ഈ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് തിങ്കിങ്ങും ഒക്കെ അതിനകത്ത് ഒരു ഘടകങ്ങളായിട്ട് വരുന്നുണ്ട്. കാഴ്ചപ്പാടിലുള്ള വ്യത്യാസം. യെസ്, ഈ കുട്ടികൾ, നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ലേണിംഗ് കപ്പാസിറ്റിയും അവരുടെ ലേണിംഗ് ഐഡൻറ്റിറ്റിയും അവരുടെ ടാലൻറ്റും ഒക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ കുട്ടിക്കും കോമൺ ആയിട്ട് നമുക്ക് ക്ലാസ് എടുത്താൽ ഓരോ കുട്ടിയുടെ റേഞ്ച് അനുസരിച്ചിട്ട്, അല്ലെ അവരതിനെ റിസീവ് ചെയ്യുന്ന കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഇൻപുട്ട് കൊടുക്കേണ്ടതായിട്ട്, അതിനെ ഗൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ചില കുട്ടികൾക്ക് ഒരു പക്ഷേ നമ്മൾ കൊടുക്കുന്ന ജനറലായിട്ടുള്ള കാര്യങ്ങൾ അതിന് മുമ്പ് തന്നെ ബൈഹാർട്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സാധനത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ബോധം കാണും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിന് ഒരു ലെവലും കൂടെ മുമ്പോട്ട് ആ കുട്ടിയെ റെഫർ ചെയ്യാനും അതിനെ ആ രീതി കണക്ട് ചെയ്യാനുമുള്ള, ഒരു പക്ഷേ നമുക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അത് അറിയാവുന്ന ഒരാളുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ആത്മാർത്ഥത നമ്മൾ ഓരോ ടീച്ചേഴ്സും കാണിക്കേണ്ടതാണ്. കാരണം വെച്ചാൽ ഇപ്പം എൻ്റെ അടുത്ത് പലപ്പോഴും ഞാനിങ്ങനെ കുട്ടികളതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ തന്നെ എനിക്ക് ചില കാര്യങ്ങൾ അറിയത്തില്ല. എൻ്റെ സൗണ്ട് എഞ്ചിനീയറിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുന്ന കുട്ടികളോട് നേരിട്ട് ചോദിക്കുക ചെയ്തു ലേറ്റസ്റ്റ്. അപ്പോൾ അവർ നമുക്ക് പെട്ടെന്ന്, അപ്പോൾ നമുക്കിങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു
ഒരു മീഡിയം, അത് നമ്മൾ തന്നെ പഠിപ്പിച്ചിട്ടുള്ള കുട്ടി ആയാലും പിന്നീട് പഠിച്ചിട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് നമ്മളെ ഗൈഡ് ചെയ്യാനുള്ള അറിവ് അവർക്കുണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു കുട്ടി പുതുതായിട്ടൊരു കുട്ടി ഇപ്പം ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഞാൻ ചൂസ് ചെയ്യാറുള്ളത് അപ്പോൾ തന്നെ ഈ കറണ്ട് ഇയറിൽ തന്നെ പഠിച്ചിറങ്ങിയിട്ടിരിക്കുന്ന മറ്റു കുട്ടികളുണ്ട് അതേ സ്ഥലങ്ങളിൽ തന്നെ. അപ്പോൾ അവരുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കും. കാര്യം അവരിവരെ ഗൈഡ് ചെയ്യുമ്പോൾ അവർ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിരിക്കും, കുറച്ചുകൂടെ ഫ്രീഡത്തിൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷനും ആ ഒരു ബോണ്ടിങ്, അവരുമായിട്ടുള്ള ആ ഒരു സംസാരവും കറണ്ടായിട്ടുള്ള രീതികൾ അവിടെ പോയി കാണുക, ഈ ഒരു എക്സ്പീരിയൻസിൽ കൂടാണ് നമുക്കതിലേക്ക് എത്തിപ്പെടാൻ പറ്റുക. അല്ലാതെ നമുക്കൊരു സുപ്രഭാതത്തിൽ നേരിട്ട് അവിടെ പോയിട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല. അപ്പം തീർച്ചയായിട്ടും ഓരോ കുട്ടിയുടെയും കാഴ്ചപ്പാടിനനുസരിച്ച് ടീച്ചർ ഓരോ കുട്ടിയെയും പ്രത്യേകം രീതിയിൽ അവരുടെ മാനസികമായിട്ടുള്ള സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടും കൂടി കണക്കിലെടുത്ത്, ചില കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കത്തില്ല, ചിലപ്പോൾ പേരൻസ് സപ്പോർട്ട് കാണില്ല, കുട്ടി ടാലൻറ്റഡ് ആയിരിക്കും. അപ്പോൾ അതുണ്ടാക്കുന്ന ചില മെൻ്റൽ സ്ട്രെസ് ഉണ്ട്. ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിരിക്കണം ഒരു ടീച്ചർ ആ കുട്ടിയോട് സംസാരിക്കുന്നത്. ചിലപ്പം ഇപ്പം നവോദയയിലൊക്കെ പഠിക്കുമ്പോൾ അവിടെ ചില കുട്ടികൾ വന്ന് പറയും, സാർ ഞാനൊരു കഥ എഴുതിയിട്ടുണ്ട്, സാറൊന്ന് വായിച്ചു നോക്കണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരും. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് വായിച്ചിട്ട് ഇത് കൊള്ളത്തില്ല, നീ ഇത് ശരിയാവത്തില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പം ജീവിതകാലത്തിൽ ഒരിക്കലും പിന്നെ കഥ എഴുതില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വാങ്ങിയിട്ട് ഒന്ന് വായിച്ചിട്ട് അതല്ല ഒരു മലയാളം ടീച്ചറെ ഒന്ന് കൊണ്ട് കാണിച്ചാൽ കുറച്ചുകൂടെ ബെറ്റർ കിട്ടും. അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ അവർ പറയല്ല അത് കാണിക്കാം സാറൊന്ന് നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളിലുണ്ടാകുന്ന ഒരു ട്രസ്റ്റാണ്, നമ്മളിലേക്ക് ഒരു വിശ്വാസമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു വിശ്വാസത്തിനനുസരിച്ച് നമ്മളൊന്ന് വായിച്ച് കൊടുക്കുമ്പോഴായിരിക്കും ആ കുട്ടിക്ക് കൂടുതൽ മോട്ടിവേഷൻ കിട്ടുക. അപ്പോൾ ഓരോ കുട്ടിയുടെയും ഓരോ ടീച്ചർക്കും ഓരോ റോൾ മോഡൽ, അവർക്കൊരു സ്നേഹമൊക്കെ വ്യക്തിപരമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അവർക്ക് അവരെ കൂടുതൽ ഈ അടുത്തിടയ്ക്ക് നവോദയയിലുണ്ടായ ഒരു സംഭവം, ഒരു ടീച്ചർക്ക് എനിക്ക് തോന്നുന്നു നവോദയയുടെ ഹിസ്റ്ററി തന്നെ ആദ്യമായിട്ടാണ് ഒരു ആർട്ട് ടീച്ചർക്ക് റിട്ടയർമെൻറ്റിന് അവിടുത്തെ ഓൾഡ് സ്റ്റുഡൻസ് കൊടുത്തൊരു ബലനോ കാറാണ്. അപ്പോൾ അത് നമുക്ക് സോഷ്യൽ മീഡിയയിലെല്ലാം ഇപ്പോൾ ഒരുപാട് പിക്ചറും അത് താക്കോൽ കൊടുക്കുന്നൊക്കെ വന്നതാണ്. ഒരു ടീച്ചർ റിട്ടയർഡ് ആകുമ്പോൾ ഒരു പക്ഷേ ഡെപ്യൂട്ടി ഡയറക്ടർക്കോ പ്രിൻസിപ്പൾക്കോ മറ്റ് സബ്ജക്ട് ടീച്ചേഴ്സിനോ ഒന്നും കൊടുക്കാത്ത പോലെ ആ സ്കൂളിൽ ഒരു ചിത്രകലാധ്യാപകന് ഒരു കാറ് സമ്മാനമായിട്ട് കൊടുക്കണമെങ്കിൽ ഒരു പക്ഷേ ആ ഒരു ബാച്ചിൽ എത്രത്തോളം ജെയിംസ് എന്ന് പറഞ്ഞൊരു ടീച്ചറാണ്, കൊണ്ടൂരുള്ള ഒരു ടീച്ചർക്കാണ് ഈ പറയുന്ന ഒരു ഗിഫ്റ്റ് കിട്ടിയത്. അപ്പോൾ അത് ഏതൊരു അവാർഡിനേക്കാളും വിലമതിക്കുന്നതാണ് ആ കുട്ടികൾ തിരിച്ചിങ്ങോട്ട് കൊടുക്കുന്ന ആ ഒരു ഇൻറ്റിമസി. അപ്പോൾ അത്രത്തോളം സക്സസ്ഫുള്ളായിരുന്നു ആ ഒരു ജേർണി. അപ്പോൾ നമ്മൾ കണ്ട് പഠിക്കേണ്ടതും തിരിച്ചറിയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഈ കുട്ടികളുടെ കയ്യിൽ നിന്ന് തിരിച്ച് നമുക്ക് കിട്ടുന്ന ഒരു അപ്രീസിയേഷനുണ്ട്, ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. നമ്മൾ എത്രത്തോളം നമ്മളവരെ കെയർ ചെയ്യുന്നു അതിനനുസരിച്ചിട്ടുള്ളൊരു റിട്ടേൺ പല രൂപത്തിൽ നമുക്ക് ഫീൽ ചെയ്യത്തക്ക രീതിയിൽ ഒരു പക്ഷേ വരുമായിരിക്കും. തിരിച്ചെന്തെങ്കിലും ഗിഫ്റ്റ് തരണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, അവരുടെ വളർച്ചയുടെ ഒരു രീതിയിൽ അവരുമായിട്ടുണ്ടാകുന്ന ഒരു ഇൻറ്റിമസി, ആ ഒരു ബോണ്ടിങ്, അതാണ് ഒരു ഫ്രണ്ട്ലി ടീച്ചർ എന്ന് പറയുന്ന ഒരു ടൈം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. ചിലപ്പോൾ അവരുടെ പേരൻസുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളായിരിക്കാം, ചിലപ്പം നമ്മളുമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം വളരെ പേഴ്സണലായിട്ട് അവർ പറയുന്ന ചില മൊമെൻറ്റ്സ് ആയിരിക്കാം. നമ്മളുമായിട്ട് പല കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴാണ് ആ കുട്ടിയുടെ ക്യാരക്ടറിലുണ്ടാകുന്ന ഒരു മോൾഡിങ് ഉണ്ടാകുക. അവരുടെ ഒരു ആർട്ടിസ്റ്റിക് സ്കില്ലോ അല്ലെങ്കിൽ ലിറ്റററി സ്കില്ലോ അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചോ ഒക്കെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പക്ഷേ ഒരു മാത്തമാറ്റിക്സ് ടീച്ചറോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നായിരിക്കും ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ കിട്ടുക. അപ്പോൾ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴും അതൊരു സയൻസ് ടീച്ചറിൽ നിന്നാവണമെന്നൊന്നുമില്ല, ചിലപ്പോൾ അതൊരു ലാംഗ്വേജ് ടീച്ചറായിരിക്കും ചിലപ്പോൾ ആ കുട്ടിയെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുക. നീ ഇങ്ങനെ ചെയ്താൽ നിനക്ക് നല്ലതാവുമെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആ ഒരു മോട്ടിവേഷനിലായിരിക്കും ആ കുട്ടി കൂടുതൽ ആ ഫീൽഡിലേക്ക് പോവുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓരോ കുട്ടിയെയും ഒരു വലിയ വോളിയമായിട്ട് കണ്ടുകൊണ്ട് തന്നെ അവരെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒരുപാട് നോളജ് ഉണ്ട്, ജനറ്റിക്കലായിട്ട് അവരുടെ ചില ടാലൻസ് ഉണ്ട്. അത് കൂടുതലായിട്ട് നമുക്ക് ചില ഹെറിറ്റേജ് അവരുടെ പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളുണ്ട്, ഗ്രാമത്തിൽ നിന്ന് വരുന്നുണ്ട്, പേരൻസിൻ്റെ സപ്പോർട്ടിൽ നിന്ന് വരുന്ന മോട്ടിവേഷനുണ്ട്, ഫ്രണ്ട് സർക്കിളിൽ നിന്ന് വരുന്നുണ്ട്, കൂടാതെ അവരുടെ ഹാർഡ് വർക്ക് ചെയ്യുന്നു, അവരുടെ റെഫറൻസ് ചെയ്യുന്നു, അവരിടപെടുന്ന ഫ്രണ്ട്ഷിപ്പ് ചെയ്യുന്നു, അവരുണ്ടാക്കിയെടുക്കുന്ന റിലേഷൻസ്, ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു കുട്ടിയിൽ ഒരു ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. സമയം കുറേയോ? ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. ഞാൻ പറയുന്ന മറുപടി ശരിയാവണമെന്നൊന്നുമില്ല.
ഇപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിലുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ നമ്മുടെ NCERT-ലും ഒക്കെ ചെല്ലുമ്പോഴും പല സമയത്ത് ഇതേപോലുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ട്രാൻസ്പെറൻ്റായിട്ട് പറയാറുണ്ട് പല കാര്യങ്ങളും. അപ്പോൾ എങ്കിൽ മാത്രമേ അതിന് ഫ്രൂട്ട്ഫുള്ളായിട്ടൊരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. എല്ലാം ഓക്കെ 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 എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അത് സക്സസ് ആവില്ല. ഇത് ഫെയിലിയറാണ്, ഇതിന് കുട്ടികൾ ഇരിക്കില്ല. അല്ലെ ഈ ഒരു അപ്രോച്ചിൽ വന്നപ്പോൾ ഇവാലുവേഷൻ നടത്തുന്ന ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്ക് ഇട്ടാലേ കമ്പ്യൂട്ടർ പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് പ്രാക്ടിക്കലായിട്ട് ഓരോ ദിവസവും സോഫ്റ്റ്വെയർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏത് സോഫ്റ്റ്വെയർ മെച്ചമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ പോസ്റ്റർ ഡിസൈനിങ് എന്ന് പറയുന്നൊരു ആപ്പ് ഉണ്ടെങ്കിൽ ഒരുപാട് ആപ്സ് അതിനകത്തുണ്ട്. VPIC ഉണ്ട്, കാൻവ ഉണ്ട്, പോസ്റ്റർ മേക്കർ ഉണ്ട്, ഇങ്ങനെ ആയിരക്കണക്കിന് ആപ്സ് അതിനകത്തുണ്ട്. അപ്പം അതിൽ കുട്ടിക്ക് സൗകര്യമായിട്ടുള്ള ഒരു മോഡിലേക്ക് ആ കുട്ടി പോകട്ടെ, അതിൻ്റെ ഔട്ട്പുട്ട് മാത്രം, ഔട്ട്കം മാത്രം നമ്മൾ നോക്കിയാൽ മതി. വേറെ ഒന്നുമില്ലല്ലോ, വൈൻഡപ്പ് ചെയ്യാവോ? Thank you all for your engaging questions, and thank you, sir, for your cooperation. Okay, thank you. As we come to an end of this enlightening session, we would like to express our heartfelt thanks to everyone who made this event possible. I now invite Ms. Neha K. John to deliver the vote of thanks. Okay. Good evening, everyone. സോ ആർട്ട് ഇൻ്റഗ്രേറ്റഡ് ടീച്ചിങ് എന്ന ടോപ്പിക്കിനെ പറ്റി ഒരു വെബിനാറാണ് നമ്മളിപ്പോൾ പങ്കെടുത്തത്. സോ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ടീച്ചിങ് ഈസ് ആൻ ആർട്ട് ആസ് വെൽ ആസ് സയൻസ്. നമുക്കറിയാം ടീച്ചിങ് എപ്പോഴും ബ്യൂട്ടിഫുൾ ആവണമെങ്കിൽ അവിടെ ആർട്ട് ഇൻ്റഗ്രേറ്റഡ് ആയിരിക്കണം. സാർ വളരെ മനോഹരമായിട്ട് സാറിൻ്റെ എക്സ്പീരിയൻസിലൂടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ലൊരു ക്ലാസ് എടുത്തു. സോ ക്യാഷ്വൽ ആയിട്ടുള്ള ഒരു ടോക്ക്, ഒരു വലിയ ടോക്കിലിരിക്കുന്ന പോലെ തോന്നാതെ ക്യാഷ്വൽ ആയിട്ടുള്ള ഒരു ടോക്ക് പോലെ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എങ്ങനെ ഓരോ സബ്ജക്റ്റിലും എങ്ങനെ ആർട്സിനെ ഇൻക്ലൂഡ് ചെയ്യാം, എസ്പെഷ്യലി മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ്, അങ്ങനെ പിന്നെ മ്യൂസിക് ഇൻ എഡ്യൂക്കേഷൻ, പിന്നെ സാറിൻ്റെ പെയിൻറ്റിങ്സ് ഒക്കെ പരിചയപ്പെടുത്തി. സോ അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സോ ഇങ്ങനെ വളരെ മനോഹരമായിട്ടൊരു ക്ലാസ് എടുത്ത സജികുമാർ VS സാറിന് കോളേജിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ആൻഡ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത് ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ലാണ് ആൻഡ് പ്രവേഗ കോളേജ് യൂണിയനാണ്. അതോടൊപ്പം ഇവിടെ പങ്കെടുത്ത എല്ലാ കുട്ടികളോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു. With this, we conclude today's online session. Thank you all for joining us and for your active participation. Thank you.